ഒരിക്കൽ കൂടി ക്രിസ്തുവിൻ്റെ പവിത്രമായ സുവിശേഷത്തിൻ്റെ വക്താവായി നിൽക്കാൻ അവസരം ഈ ആഴ്ചയിലേക്ക് ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യവും വചനവും നിമിത്തം ഈ സ്ഥലത്ത് എത്തിച്ചേരാനും സുവിശേഷ പ്രസംഗം നടത്താനും മനോഹരമായ വേദിയെ സജ്ജമാക്കിയ ഓമനപ്പുഴ ചത്രകൂട് സഭയുടെ പാസ്റ്റർ പ്രിയപ്പെട്ട പാസ്റ്റർ മധു അവരുടെ കുടുംബത്തോട് സഭയോട് വളരെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുക. വളരെ പ്രാർത്ഥനയോട് ഇന്ന് രാത്രി നമുക്ക് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ അടുത്തു വരാം. കഴിഞ്ഞ രാത്രിയും ദൈവത്തിൻ്റെ പരിശുദ്ധമാവ് ഈ സ്ഥലത്തിനാവശ്യമായ ദൈവികമായ സന്ദേശം അറിയിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് രാത്രിയിലും ദൈവം നമ്മെ അനുഗ്രഹിപ്പാൻ വളരെ പ്രാർത്ഥനയോട് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നമുക്ക് ആയിരിക്കാം. സുദീർഘമായ ആമുഖഭാഷ്യം കൂടാതെ ഇന്ന് രാത്രിയിലെ സവിശേഷമായ ധ്യാനത്തിനും വിശകലനത്തിനുമായി ധന്യനായ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ മൈക്രോഫോണിലൂടെ വായിച്ച് സഹായിക്കും. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തുയേശുവിനുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനു മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. വളരെ സുദീർഘമായൊരു വേദഭാഗമാണ് ഇന്ന് രാത്രിയിലെ സവിശേഷമായ നമ്മുടെ ധ്യാനത്തിനും ചിന്തയ്ക്കും വിശകലനത്തിനുമായി വായിച്ചു കേട്ടത്. ക്രൈസ്തവ സഭയ്ക്ക് ദാർശനികമായി അടിത്തറയിട്ട അനുഗ്രഹീതനായ എഴുത്തുകാരനാണ് ധന്യനായ പൗലോസ്. യേശു ക്രിസ്തു കഴിഞ്ഞാൽ ക്രൈസ്തവരുടെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി സെന്റ് പോൾ പൗലോസാണ്. യേശു ക്രിസ്തുവിന്റെ അധ്യാപനം കഴിഞ്ഞാൽ ക്രൈസ്തവരുടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് പൗലോസിന്റെ രചനകളും പ്രഭാഷണങ്ങളും പ്രബന്ധങ്ങളും സംവാദങ്ങളുമാണ്. അദ്ദേഹത്തിന്റെ ദൈവശാസ്ത്രമാണ്. പൗലോസിന്റെ തൂലിക വിന്യാസത്തിലൂടെ പുറത്തു വന്ന 14 ലേഖനങ്ങൾ ക്രൈസ്തവ സഭയെ സംബന്ധിച്ച് സഭയുടെ ദൈവശാസ്ത്രവും പ്രായോഗിക നിർദ്ദേശങ്ങളും സഭയുടെ ധർമ്മശാസ്ത്രവും ആരാധനക്രമവും ഒക്കെയാണ്. ആ രീതിയിൽ ക്രൈസ്തവ സഭയ്ക്ക് ഏറ്റവും സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് സെന്റ് പോൾ പൗലോസ്. ആ പൗലോസിന്റെ 14 ലേഖനങ്ങൾ ഈടുറ്റ, കരുത്തുറ്റ, കനഗംഭീരമേറിയ ലേഖനങ്ങളാണ്. അതിൻ്റെ സവിശേഷമായ ഭാഷ കൊണ്ടും അതിൻ്റെ അതുല്യമായ സാഹിത്യഭാവം കൊണ്ടും അതിൻ്റെ ദൈവശാസ്ത്രപരമായ ആഴവും പരപ്പും കൊണ്ടും രചനാതന്ത്രം കൊണ്ടും പ്രതിപാദന ശൈലി കൊണ്ടും പ്രമേയ അവതരണം കൊണ്ടും പൗലോസിന്റെ ലേഖനങ്ങൾ ഏറ്റവും ഘനഗംഭീരമായ ലേഖനങ്ങളാണ്. പൗലോസിന്റെ 14 ലേഖനങ്ങളിൽ 5 ലേഖനങ്ങൾ ക്രിസ്തു വിജ്ഞാനി ലേഖനങ്ങളാണ്. യേശു ക്രിസ്തുവാണ് കേന്ദ്രീകൃത പ്രമേയം. ഒരു കാലത്ത് യേശു ക്രിസ്തുവിനെ അറിയാതിരുന്ന വ്യക്തിയായിരുന്നു പൗലോസ്. ദമസ്കസിൽ വെച്ച് പൗലോസ് തന്നെ ചോദിക്കുന്നുണ്ട്, നീ ആരാകുന്നു കർത്താവേ? എന്നാൽ ദമാസ്കസ് എക്സ്പീരിയൻസിന് ശേഷം, ദമസ്കസിലെ തന്റെ കൺവേർഷന് ശേഷം യേശു ക്രിസ്തുവിനെ കുറിച്ച് വളരെ തീക്ഷ്ണമായ, ഉജ്ജ്വലമായ, തിളക്കമാർന്ന വെളിപ്പാട് ലഭിച്ച പൗലോസ് തന്റെ ലേഖനങ്ങളിലെല്ലാം ആരാണ് ക്രിസ്തു എന്ന് സവിശേഷമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു ക്രിസ്തു ആരാണെന്ന് ചരിത്രത്തിൽ മനോഹരമായി അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് പൗലോസ്. പൗലോസിന്റെ 14 ലേഖനങ്ങളിൽ 5 ലേഖനങ്ങളിലെ പ്രധാനപ്പെട്ട വിഷയം ക്രിസ്തു ശാസ്ത്രമാണ്, ക്രിസ്തു വിജ്ഞാനീയമാണ്. പൗലോസിന്റെ ക്രിസ്തു വിജ്ഞാനീയം തന്നെ, പൊളൈൻ ക്രിസ്റ്റോളജി, ഏറ്റവും മനോഹരമാണ്. ആരാണ് ക്രിസ്തു എന്ന് ലോക സമക്ഷം വളരെ മനോഹരമായി അവതരിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് പൗലോസ്.
ഈ ദിവസങ്ങളിലും ഈ സ്ഥലത്ത് ഈ ദേശത്ത് പാട്ടുകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും നമ്മൾ ഉയർത്തുന്നതും നമ്മുടെ കർത്താവിനെയാണ്. ആരെ അമ്പരിപ്പിക്കുന്ന വ്യക്തിപ്രഭാവം, ലോകോത്തര മാതൃകയായ വൈജ്ഞാനിക വൈഭവം, നിങ്ങളെയും എന്നെയും എല്ലാം അടിസ്ഥാനപരമായി പുനർനിർമ്മിച്ച, നമുക്കെല്ലാം മാറ്റം നൽകിയ സുവിശേഷം, ക്രിസ്തു കേന്ദ്രീകൃതമായ സന്ദേശമാണ് ഇന്ന് രാത്രിയിലും ഈ ദേശത്തോടെ പങ്കുവയ്ക്കുന്നത്. പൗലോസിന്റെ 5 ലേഖനങ്ങൾ ഏറ്റവും അനുഗ്രഹീതമായ ലേഖനങ്ങളാണ്. ആ ലേഖനങ്ങൾ എഫേസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലോമോന്റെ ലേഖനം, എബ്രായ ലേഖനം. ഈ പൗലോസിന്റെ 5 ലേഖനങ്ങളിലെ പ്രതിപാദ്യ വിഷയം യേശു ക്രിസ്തു എന്ന വ്യക്തിയാണ്. എഫേസ്യ ലേഖനത്തിൽ ക്രിസ്തുവിന്റെ ശരീരമായ സഭയാണ് വിഷയം. ക്രിസ്തുവിന്റെ ശരീരമായ സഭ, സകലവും നിറയ്ക്കുന്ന തന്റെ നിറവായ തന്റെ ശരീരമായ സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ആത്മീയമായ അനുഗ്രഹങ്ങളെ സവിസ്തരമായി വിശദീകരിക്കുകയാണ്. ആ സഭ കേവലം ശരീരം മാത്രമല്ല, മർമ്മമായ മണവാട്ടിയായ സഭയെ സവിസ്തരമായി എഫേസ്യ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ലേഖനങ്ങളുടെ റാണി എന്നാണ് എഫേസ്യ ലേഖനം അറിയപ്പെടുന്നത്. യേശു ക്രിസ്തുവിന്റെ ശരീരമായ സഭ, ആ സഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന ആത്മീയമായ അനുഗ്രഹങ്ങൾ, അത് വീണ്ടെടുപ്പാൻ, ദത്തെടുപ്പാൻ, അത് തെരഞ്ഞെടുപ്പാൻ, മുൻനിർണയമാണ്, മുൻനിയമനമാണ്, ധാരാളമായ കൃപ നൽകിയതാണ്, എല്ലാ അവകാശങ്ങളും നൽകിയതാണ്, ആത്മാവിനെ മുദ്ര നൽകിയതാണ്. ഈ അനുഗ്രഹങ്ങളെല്ലാം കൃത്യമായി വിശദീകരിച്ചിരിക്കുന്ന ഭാഗമാണ് എഫേസ്യ ലേഖനം. ഫിലിപ്പിയ ലേഖനം ഞാൻ വിശദീകരിക്കും, 4 അധ്യായവും ഞാൻ വിശദീകരിക്കും. ഫിലിപ്പിയ ലേഖനത്തിന്റെ വിഷയം സ്വയപരിത്യാഗിയായ ക്രിസ്തു. ആരാണ് ക്രിസ്തു? 2-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ആദിമസഭയുടെ ഹിസ്റ്റോറിക്കൽ ചർച്ചിന്റെ ഒരു ക്രിസ്റ്റോളജിക്കൽ സോങ്, ഒരു പാട്ടാണ്, ഒരു പോയട്രി ഫോമാണത്. അത് ആദിമസഭ പാടിയിരുന്ന ഒരു പാട്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. അതിനകത്ത് ക്രിസ്തു വിജ്ഞാനി മുഴുവനുണ്ട്. ക്രിസ്തുവിന്റെ പൂർവാസ്തിത്വം, യേശു ക്രിസ്തുവിന്റെ ദൈവത്വം, യേശു ക്രിസ്തുവിന്റെ ആളത്വം, യേശു ക്രിസ്തുവിൽ ഒരുപോലെ സമ്മേളിച്ചിരിക്കുന്ന മനുഷ്യത്വവും ദൈവത്വവും, വൈദിക സംയോജനം, യേശു ക്രിസ്തുവിന്റെ ജഡവതാരം, യേശു ക്രിസ്തുവിന്റെ താഴ്ചയും ഉയർച്ചയും, യേശു ക്രിസ്തുവിന്റെ ദാസത്വം, എല്ലാ വിഷയവും ഒരുപോലെ വിശദീകരിച്ചിരിക്കുന്ന ഭാഗമാണ് ഈ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ആ വാക്യങ്ങൾ സഭയുടെ വിശ്വാസ പ്രഖ്യാപനമാണെന്ന് നിരീക്ഷിക്കുന്ന പണ്ഡിതന്മാരുമുണ്ട്. ചില സ്കോളേഴ്സിന്റെ അഭിപ്രായം അതാണ്. അത് സഭയുടെ ഡിക്ലറേഷൻ ഓഫ് ഫെയ്ത്ത് ആണ്, വിശ്വാസ പ്രഖ്യാപനമാണ്. ആരാണ് ക്രിസ്തു എന്ന് അവർ പ്രഖ്യാപിക്കുകയാണ്. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, നമ്മുടെ യോഗങ്ങൾ കേവലം ഒരു കൺവെൻഷൻ യോഗമല്ല. ഇത് സഭയുടെ നയവിശദീകരണ യോഗങ്ങളാണ്. ഇത് സഭയുടെ ഉപദേശ വിശദീകരണ യോഗങ്ങളാണ്. സഭയുടെ വിശ്വാസ പ്രഖ്യാപനങ്ങൾ, സഭയുടെ ദൈവശാസ്ത്രം, ക്രിസ്തുവിനെ കുറിച്ചുള്ള, ദൈവത്തെ കുറിച്ചുള്ള സഭയുടെ ഏറ്റവും കരുത്തുറ്റ വിശദീകരണം നടത്തുന്ന യോഗങ്ങൾ കൂടിയാണ്. അത് കൃത്യമായി പണ്ഡിതന്മാർ നിരീക്ഷിക്കുന്നുണ്ട്. ആരാണ് ക്രിസ്തു? യേശു ക്രിസ്തു കർത്താവാണെന്ന്, യേശു ക്രിസ്തു ദൈവമാണെന്ന് സവിസ്തരമായി ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ വിശദീകരിക്കുകയാണ്. അതിനകത്ത് ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഞാനത് വിശദീകരിക്കുന്നില്ല. നിങ്ങളുടെ അക്കാഡമിക് ഇൻഡസ്ട്രി വഴി ഓർപ്പിക്കുകയാണ്. കാൽസിഡോണിയൻ കൗൺസിലിൽ ഇതുമായി ബന്ധപ്പെട്ട ചില തർക്കമുണ്ടായി പിതാക്കന്മാരുടെ. ക്രിസ്തുവിൽ ഒരുപോലെ സമ്മേളിച്ചിരിക്കുന്ന 2 നേച്ചർ, 2 നേച്ചർ തിയറിയാണ്. വൈദിക സംയോജനം എന്ന് പറയും, അതിന് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്ന് പറയും. ഒരേ സമയം മനുഷ്യനും ദൈവമാണ്. ഫുള്ളി ഗോഡ് ആൻഡ് ഫുള്ളി മാൻ, ട്രൂലി ഗോഡ് ആൻഡ് ട്രൂലി മാൻ. ഒരേ സമയം മനുഷ്യനും ദൈവമായി 2 നേച്ചർ ഒരുപോലെ സമ്മേളിച്ചിരിക്കുന്ന വൈദിക സംയോജനം. ഇതിനെ എതിർത്തു ചില ബിഷപ്സ്, ചില പിതാക്കന്മാർ. അല്ല, 2 നേച്ചറും കൂടെ ഒരുമിച്ച് ചേർന്ന് എമർജ് ചെയ്ത് ഒറ്റ നേച്ചർ ആയിത്തീർന്നു. അതിന്റെ പേരിൽ സഭയിൽ പിളർപ്പ് തന്നെ ഉണ്ടായി. ഞാൻ നിങ്ങളൊരു അക്കാഡമിക്സിന് വേണ്ടി മാത്രം ഓർപ്പിച്ചതാണ്. ആ ഭാഗം വലിയ ദൈവശാസ്ത്രപരമായും വലിയ പ്രാധാന്യമുള്ള ഭാഗമാണ്. നമ്മൾ വായിച്ച 2-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള പാരഗ്രാഫ്. ആരാണ് ക്രിസ്തു? ദൈവമായിരുന്ന ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യേശു ചരിത്രത്തിൽ നിർവഹിച്ച രക്ഷണീയ പ്രവൃത്തി. ഇന്ന് രാത്രി നാട് തിരിച്ചറിയണം. എന്തിനാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്? മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ, പാപങ്ങളെ നീക്കാൻ യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. ദൈവത്തെ മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ, ദൈവത്തോടുള്ള തന്റെ തുല്യത, തന്റെ സമാനത, സമത്വം എല്ലാം മുറുകെ പിടിച്ചുകൊള്ളാൻ വിചാരിക്കാതെ, പ്രധാനമായി തന്റെ എറ്റേണൽ ഗ്ലോറി, തന്റെ മഹത്വം, തനിക്കുണ്ടായ ഇൻഡിപെൻഡന്റ് അതോറിറ്റി, തന്റെ
സ്വതന്ത്രമായി ഉപയോഗിക്കുന്ന തന്റെ അധികാരങ്ങൾ, തന്റെ പ്രൊറഗേറ്റീവ് അധികാരം, തന്റെ സവിശേഷ അധികാരങ്ങൾ, പിതാവിനോടുള്ള തന്റെ ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പ്, തന്റെ എറ്റേണൽ റിച്ചസ്, ഇതെല്ലാം വേണ്ടെന്ന് വെച്ച് ഈ അധികാരമെല്ലാം തന്നെ തന്നെ നിയന്ത്രിച്ച് ഈ ഭൂമിയിലേക്ക് യേശു വന്നത് ഇന്ന് രാത്രി നാടിനോട് പറയുന്നു, നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. മാനകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി സ്വർഗീയമായ മഹിമകളെ വെടിഞ്ഞ് താഴ്ചയുടെ 7ാമത്തെ പടവിലേക്ക് ഇറങ്ങി വന്ന് ദാസത്വം ഏറ്റെടുത്ത് യേശുക്രിസ്തുവിന്റെ ജഡവതാരത്തിന്റെ ആത്യന്തികമായ ഉദ്ദേശം, യേശുക്രിസ്തുവിന്റെ ദിവ്യമായ തിരുവതാരത്തിന്റെ രഹസ്യം എന്താണ് ഇന്ന് രാത്രി നാട് തിരിച്ചറിയണം. നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. He emptied himself. തന്നെ തന്നെ ശൂന്യനാക്കിയ, തന്നെ തന്നെ സ്വയപരിത്യാഗിയായ ക്രിസ്തു. അതാണ് ഫിലിപ്പിയർ പറയുന്നത്. എന്നിട്ട് അതിന്റെ 10 വാക്യത്തിൽ പറയുന്നു, ആ ക്രിസ്തു ആരാണ്? ഞങ്ങളുടെ കർത്താവാണ്. കാലമത്തിൽ സ്വതന്ത്രം ചെയ്താട്ടെ. യേശു ക്രിസ്തു ഞങ്ങളുടെ കർത്താവാണ്. അവന്റെ പൊസിഷൻ എന്താ? അത്യന്തം മീതെ ഉയർത്തപ്പെട്ടവനാണ്. എന്തിനാ ഉയർത്തപ്പെടുന്നത്? അതിന്റെ പർപ്പസ് എന്താണെന്നറിയാമോ? എല്ലാവരും അവനെ ആരാധിക്കുന്നതിന് വേണ്ടി. ഈ ഇരിക്കുന്ന ജനക്കൂട്ടം മാത്രമല്ല, 3 ലോകം ആരാധിക്കുകയാണ്. അത് സ്വർലോകമാണ്. ഹോളി ഏഞ്ചൽസ് ആൻഡ് ഹോളി സെയിന്റ്സ്. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും എല്ലാം മുഴങ്കാല് മടങ്ങുന്നൊരു നാമമുണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമമാണ്. കൂടി സ്വന്തം ചെയ്താട്ടെ. എല്ലാവരും ആരാധിക്കുന്ന നാമം, എല്ലാവരും സ്തുതിക്കുന്ന നാമം, ആ നാമം യേശുവിന്റെ നാമമല്ലാതെ വേറൊരു നാമമില്ല. അത് പിന്നീട് ഞാൻ വിശദീകരിച്ചുള്ള സ്തോത്രം. കൊലോസ്യ ലേഖനത്തിലെ വിഷയം ഞാൻ വിശദീകരിക്കുന്നത് പൊളൈൻ ക്രിസ്റ്റോളജിയാണ്. പൗലോസിന്റെ 14 ലേഖനങ്ങളിലെ 5 ലേഖനങ്ങൾ പൗലോസിന്റെ ക്രിസ്തു വിജ്ഞാനികൾ, അതാണ് ആമുഖമായി വിശദീകരിക്കുന്നത്. എന്നിട്ടാണ് ഫിലിപ്പിയ ലേഖനത്തിലേക്ക് നമ്മൾ പോകുന്നത്. കൊലോസ്യ ലേഖനത്തിൽ ക്രിസ്തു സഭയുടെ തലയാണ്. കണ്ടോ? എഫേസ്യ ലേഖനത്തിൽ ക്രിസ്തുവിന്റെ ശരീരമാണ് സഭയെങ്കിൽ കൊലോസ്യ ലേഖനം തിരിച്ചാണ്. സഭയുടെ തലയായ ക്രിസ്തുവിനെയാണ് അവതരിപ്പിക്കുന്നത്. കൊലോസ്യ ലേഖനം പൗലോസിന്റെ ലേഖനങ്ങളിൽ ഏറ്റവും ഉഗ്രൻ ലേഖനമാണ്. കൊലോസ്യ ലേഖനം യഹോവസാക്ഷിക്കാരുമായിട്ടുള്ള ഡിബേറ്റുകളിൽ നിരന്തരമായി നമ്മൾ ഉപയോഗിക്കുന്നത് കൊലോസ്യ ലേഖനമാണ്. കൊലോസ്യ സഭ 11 ദുരുപദേശം ഉണ്ടായിരുന്ന സഭയാണ്. കേട്ടോ, 11 ദുരുപദേശം ഉണ്ടായിരുന്ന സഭയാണ് കൊലോസ്യ സഭ. ഒരു ഈനാം ബീച്ചി ഉണ്ടെങ്കിൽ നമ്മുടെ സഭയിൽ എന്തെല്ലാം പ്രശ്നമാണ്. അപ്പൊ 11 ദുരുപദേശമൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ എത്ര പ്രശ്നത്തോടെയായിരിക്കും സഭ കടന്നുപോയത്. 11 ദുരുപദേശം ഉണ്ടായിരുന്ന സഭ, ശ്രദ്ധിച്ചവരും കേട്ടോണം. 11 ദുരുപദേശം ഉണ്ടായ സഭ ക്രിസ്തുവിന്റെ മനുഷ്യത്വം നിഷേധിച്ച സഭയിൽ ഉണ്ടായിരുന്നു. കേട്ടോ, ജ്ഞാനവാദം, നോസ്റ്റിസിസം, ക്രിസ്തുവിന്റെ മനുഷ്യത്വം നിഷേധിച്ചിട്ടുണ്ടായിരുന്നു. യേശു ക്രിസ്തുവിന്റെ പൂർണ്ണത നിഷേധിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ മറുപടിയാണ് യേശു സർവസമ്പൂർണതയും ദേഹരൂപമായി ക്രിസ്തുവിലാണ് വസിച്ചത്. യേശുവിന്റെ പൂർണ്ണതയിൽ ഞങ്ങൾക്ക് സംശയമില്ല. കേട്ടോ, യേശുവിന്റെ പൂർണ്ണത, പ്ലറോമ, കംപ്ലീറ്റ്നെസ്, ഹോൾനെസ്, ആ പൂർണ്ണതയിൽ ഇന്ന് രാത്രി ഞങ്ങൾക്കൊരു സംശയമില്ല. ക്രിസ്തുവിന്റെ ദൈവത്തെ നിരാകരിച്ചവരതിനകത്തുണ്ടായിരുന്നു. യേശു ക്രിസ്തുവിന്റെ സൃഷ്ടിപ്പിൽ ഒരു പങ്കാളിത്തമില്ല. സൃഷ്ടിപ്പിൽ യേശു ക്രിസ്തു ഒരു ഏജന്റുമല്ല എന്ന് ചിന്തിച്ചവരുണ്ടായിരുന്നു. അതിന് മറുപടിയാ കൊലോസ്യ ലേഖനം. യേശു സൃഷ്ടിപ്പിൽ പങ്കാളിത്തമുണ്ട്. യേശു സൃഷ്ടിച്ചവരാണ്. കർത്തൃത്വങ്ങളാകട്ടെ, അറിയാവുന്ന വാക്യം പറഞ്ഞ സിംഹാസനങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരവും അവനാലും അവങ്കിലേക്കുമാകുന്നു. യേശു സകലം സൃഷ്ടിച്ചവരാണ്. ഇന്ന് രാത്രി ഞങ്ങൾക്ക് സംശയമില്ല. കേട്ടോ, യേശു സകലം സൃഷ്ടിച്ചവനാണ്. എവല്യൂഷൻ തിയറിയുടെ, പരിണാമ സിദ്ധാന്തത്തിന്റെ, നിരീശ്വരവാദത്തിന്റെ, റാഡിക്കൽ ഹ്യൂമനിസത്തിന്റെ പിന്നാലെ കടന്നു പോകുന്ന അനവധി ചെറുപ്പക്കാരും ഉണ്ടാകും. അങ്ങനെ സോഷ്യൽ മീഡിയയുടെ അനവധിയായ ഹാൻഡിലുകളിൽ കുടുങ്ങിക്കിടക്കുന്ന നമ്മുടെ പിള്ളേര് മുതലൊക്കെ ഉണ്ടാകും. അവരോടല്ല ഇന്ന് രാത്രി പറയുന്നു, പ്രിയമുള്ളവരെ, ഞങ്ങൾക്ക് സംശയമില്ല. സൃഷ്ടി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നോ ഈ പന്തൽ കഴിഞ്ഞ ദിവസം ഒരു കാറ്റടിച്ച് കുറച്ച് തുണിയും കുറച്ച് കമ്പിയും എല്ലാം കൂടെ വന്ന് ഇവിടെ ഒരു പന്തലുണ്ടായി എന്നാരാണ് വിശ്വസിക്കുന്നത്? ഇവിടെ എത്രയോ ബിൽഡിങ്ങുകൾ, കെട്ടിടങ്ങളുണ്ട്. ഇട്ടുകയും മണ്ണും കുമ്മായും കമ്പിയും എല്ലാം കൂടി ഏതോ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു വന്ന് ഇവിടെ ബിൽഡിംഗ് ഉണ്ടായി, കെട്ടിടമുണ്ടായെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? എത്രയോ യുക്തിരഹിതമാണ് വാദങ്ങൾ. ഈ മൈക്രോഫോൺ ചുമ്മാതെ ഒരു അന്തരീക്ഷം ഉണ്ടായി വന്നതാണോ? ഇതിന് പിന്നിൽ ഒരു ഡിസൈനർ ഉണ്ട്. ഇതിന്റെ പിന്നിൽ ഒരു ഡിസൈനർ ഉണ്ട്. അതിനെയാണ് രൂപരേഖ സിദ്ധാന്തം വിളിക്കുന്നത്. ഒത്തിരി സിദ്ധാന്തമുണ്ട്. അതിലൊന്നാണ് രൂപരേഖ സിദ്ധാന്തം എന്ന് പറയുന്നത്. അങ്ങനെ ഇന്ന് രാത്രി നാടിനോട് പറയുന്നു, ഔട്ട് ഓഫ് നത്തിങ്. ഈ ശൂന്യതയിൽ മുട്ടസൂര്യണ്ടാക്കാൻ കഴിയുമോ? ഈ ശൂന്യതയിൽ തീപ്പട്ടിക്കും ഉണ്ടാക്കാൻ കഴിയുമോ? ഇന്ന് രാത്രി പറയുന്നു, മട്ടത്തോടിനകത്ത് ഒരു കൊഴുത്ത ദ്രാവം 28 ദിവസം കൊണ്ട് മജ്ജ വെച്ച്, മാംസം വെച്ച്, ചിറക് വെച്ച്, ചെറിയ ഞരമ്പ് വെച്ച്, അസ്ഥികൾ വെച്ച്, മസ്തിഷ്കം വെച്ച് എങ്ങനെയാണ് കോഴിക്കുഞ്ഞാകുന്നത്?
ഇന്ന് രാത്രി ഓമനപ്പുഴയുള്ള നാസ്തിക ലോകത്തോട് സഭയുടെ സംവാദം അതാണ്. ഒരു മുട്ടുസൂചി നിങ്ങൾക്ക് ഈ ശൂന്യത ഉണ്ടാക്കാൻ കഴിയത്തില്ലെങ്കിൽ, ഒരു മുട്ടുസൂചി നിങ്ങൾക്ക് ഈ ശൂന്യതയിൽ നിന്ന് ഒരു തീപ്പെട്ടി ഉണ്ടാക്കാൻ കഴിയത്തില്ലെങ്കിൽ, ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയുന്നു, ഇതിനെ സൃഷ്ടിച്ചൊരു പരമജ്ഞാനമുണ്ട്. ആ ജ്ഞാനത്തെ ഇന്ന് രാത്രി ഞങ്ങൾ ദൈവം എന്ന് വിളിക്കുന്നു. കാര്യമത് സ്വന്തം ചെയ്താട്ടെ, ചുമ്മാ അതുണ്ടായി വരുന്നതല്ല. ഇതിനെ സൃഷ്ടിച്ചവനായ ദൈവമുണ്ട്. കർത്തൃത്വങ്ങളും സിംഹാസനങ്ങളും സകലതും ദൃശ്യമായതും അദൃശ്യമായതും എല്ലാം സൃഷ്ടിച്ചവനായ ഒരു ദൈവമുണ്ട്. യേശു സൃഷ്ടാവാണ്. സ്തോത്രം. അത് നിഷേധിച്ചവർ സഭയ്ക്കകത്ത് ശബത്തും വാവും പെരുന്നാളും ഒക്കെ വേണം പറഞ്ഞുകൊണ്ട് ഞായറാഴ്ച സവായുഗത്തിന് മധ്യ 16 അടിയന്തരത്തിന് പോകുന്ന അച്ചായമാരുണ്ടെങ്കിൽ കാണണം. കൊലോസ്യ സഭയ്ക്കകത്ത് തിരികെ കയറ്റിയ മറ്റൊരു ദുരുപദേശം എന്താണെന്നറിയാമോ? ജൂയിഷ് റിലീജിയസ് ലീഗലിസം. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അപ്പോസ്തല സഭയുടെ അംഗമായി പോരാ, ആചാരം കൂടി വേണം. ശബത്ത് വേണം, വാവ് വേണം, പെരുന്നാൾ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൊസൈക്കിലോ സെറിമോണിയലോ റിച്വലിസ്റ്റിലോ ആചാരം കൂടി തിരികെ കയറ്റി. പൗലോസ് പറഞ്ഞു ലീഗലിസം റോങ് ആണ്. ആചാരം സഭയ്ക്കത് തിരികെ കയറ്റരുത്. റദ്ദാക്കപ്പെട്ട ന്യായപ്രമാണത്തിന്റെ അനാചാരങ്ങളെ സഭയ്ക്കത് തിരികെ കയറ്റിയ ജൂയിഷ് ലീഗലിസത്തിനെതിരെ പൗലോസ് പറയുകയാണ്, കൃത്യമായി ആചാരങ്ങൾ സഭയ്ക്കത് തിരികെ കയറ്റരുത്. ഭക്ഷണ നിയമങ്ങൾ കഠിനമാക്കി, തൊടരുത്, പിടിക്കരുത്, രുചിക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു. അങ്ങനെ ദുരുപദേശങ്ങൾ അനവധിയായിട്ടുണ്ട്. വേറൊരു ദുരുപദേശം, ന്യായപ്രമാണത്തിൽ നമ്മൾ സ്വതന്ത്രരായി. ന്യായപ്രമാണത്തിൽ നമ്മൾ സ്വതന്ത്രരായെങ്കിൽ അടുത്തത് നമുക്കിനി നിയമമില്ലാതൊരു പഠിപ്പ് ഉണ്ടായി. ഇങ്ങനെയാണ് ദുരുപദേശങ്ങൾ വരുന്നത്. ന്യായപ്രമാണത്തിൽ നമ്മൾ സ്വതന്ത്രരായി, അതുകൊണ്ട് എങ്ങനെയും ജീവിക്കാമെന്ന് ചിലർ പഠിപ്പിക്കുന്നു. സ്വാതന്ത്ര്യവാദം, അതിനകത്ത് പകുതി സത്യമുണ്ട് എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം സ്വതന്ത്രമായി എന്ന് പറഞ്ഞ സത്യമായി. ഈ ദുരുപദേശത്തിന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? പാർഷ്യൽ ട്രൂത്ത് ആയിരിക്കും, പകുതി സത്യമാണ്. ഇതിൽ കുടുങ്ങിയാണ് ആളുകൾ ഇതിനകത്ത് പ്രവേശിക്കുന്നത്. കുർബാന കേൾക്കുമ്പോൾ നമുക്ക് ആവേശം തോന്നും, പക്ഷെ ഹൈപ്പർ ഗ്രേസ് തിയറി എന്താണെന്ന് പഠിച്ചിരിക്കുമ്പോഴാണ് ദുരുപദേശം മനസ്സിലാക്കുന്നത്. പ്രോസ്പിരിറ്റി കേൾക്കുമ്പോൾ കേൾക്കുക മാത്രമേ പ്രശ്നമില്ല, കാരണം സമൃദ്ധിയായി ജീവിതത്തിലാണ് കർത്താവ് പറഞ്ഞത്. എന്നാൽ അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ദുരുപദേശങ്ങൾ ഒരു പാർഷ്യൽ ട്രൂത്താണ്. ഭാഗികമായി എപ്പോഴും ശരിയായിരിക്കും, എന്നാൽ അകത്തേക്ക് പ്രവേശിക്കുമ്പോഴാണ് കഠിനമായ ദുരുപദേശം തിരിച്ചറിയുന്നത്. ന്യായപ്രമാണത്തിൽ സ്വാതന്ത്ര്യം കിട്ടുന്നത് ശരിയാണ്. റോമാലേഖനം 8 കൃത്യമായി പറയുന്നുണ്ട്, ലോ കനോട്ട് ക്ലെയിം യു, ലോ കനോട്ട് കൺട്രോൾ യു ആൻഡ് കണ്ടം യു. ന്യായപ്രമാണത്തിന്റെ മേൽ കർത്തൃത്വമില്ല, ന്യായപ്രമാണത്തിന്റെ മേൽ സ്വാതന്ത്ര്യമില്ല, ന്യായപ്രമാണത്തിന്റെ മേൽ ശിക്ഷയില്ല. കാരണം there is no condemnation. ശിക്ഷാവധി മാറിപ്പോയി. ഫ്രീഡം ഫ്രം ജഡ്ജ്മെന്റ്. ന്യായവിധി നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ചു, ന്യായപ്രമാണത്തിൽ നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ചു. പറഞ്ഞ ന്യായപ്രമാണത്തിന്റെ ജോലി എന്താ? ന്യായപ്രമാണത്തിന്റെ ജോലി എന്ന് പറയുന്നത് the law was our tutor to bring us to Christ. ക്രിസ്തുവിനെ അടുക്കിലേക്ക് നിങ്ങൾ നയിച്ച ശിശുപാലകനാണ് ന്യായപ്രമാണം. ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ, വിശ്വാസം വന്നു കഴിഞ്ഞപ്പോൾ ന്യായപ്രമാണത്തിന്റെ പണി കഴിഞ്ഞു. അത് റദ്ദാക്കപ്പെട്ട പ്രമാണമാണ്. അത് ശരിയാ എന്നും പറഞ്ഞ് കുത്തഴി ജീവിക്കവൻ ആരാണ് പഠിപ്പിച്ചത്? ന്യായപ്രമാണത്തിൽ സ്വതന്ത്രരായെങ്കിലും കൃപയുടെ പ്രമാണത്തിൽ നിങ്ങൾ അധീനരായി. മനസ്സിലായി? സ്വതന്ത്രം ചെയ്താട്ടെ. മനസ്സിലായി? ലോ അല്ല നിങ്ങളെ ഇനി നയിക്കുന്നത്. റോമാലെ കെട്ടി പറയുന്നു, ആത്മാവും നയിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാകുന്നു. ഇനി ന്യായപ്രമാണം അല്ല നിങ്ങളെ നയിക്കുന്നത്, കൃപയാണ്, ആത്മാവാണ്, പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ മുഖം നിങ്ങൾ എടുത്തു മാറ്റിയെങ്കിലും മറ്റൊരു നിന്നും നിങ്ങളെ വെച്ചിട്ടുണ്ട്. എന്റെ മുഖമേറ്റ് എന്നോട് പഠിപ്പി. ദൈവകൃപയുടെ പ്രമാണത്തിന് അധീനരാണ്. അത് മനസ്സിലാക്കാതെ ആരോ പഠിപ്പിച്ചു. ലോയിൽ നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ചത് കൊണ്ട്, ന്യായപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചുകൊണ്ട് കുത്തഴിഞ്ഞ് അരാജക ജീവിതം നയിക്കാമെന്ന് ആരോ പഠിപ്പിച്ചു. അത് ആ സഭയ്ക്കകത്തിന്റെ ഒരു വിദേശമായിരുന്നു. ലീഗലിസം, അസറ്റിസം, നോസ്റ്റിസിസം, സ്പിരിറ്റിസം, അങ്ങനെ വ്യാപകമായ സകല ദുരുപദേശങ്ങളും സഭയുടെ പരിപാവനതയെ കളങ്കപ്പെടുത്തി. സ്വതന്ത്രം, സന്യാസം, ബ്രഹ്മചര്യ, ഇതൊക്കെ നിങ്ങൾ കൊലോസ്യനെ വായിച്ചു നോക്കൂ. അടിച്ചേൽപ്പിക്കുകയാണ്. സ്പിരിറ്റിസം അതൊരു ദുരുപദേശമാണ്. ഈ ദുരുപദേശം ഉത്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണല്ലോ 21-40 ഉപവാസ പ്രാർത്ഥന. നിങ്ങൾ പിണങ്ങിയാലും എനിക്കൊന്നുമില്ല, ഞാൻ ഉപവാസ പ്രാർത്ഥനയ്ക്കൊന്നെതിരല്ല. പക്ഷെ പ്രസംഗിക്കാൻ വിളിക്കുന്ന ആളിന്റെ തിയോളജി നിങ്ങൾ അറിയണം. പ്രസംഗിക്കാൻ വിളിക്കുന്ന ആളിന്റെ ഹെർമനോട്ടിക്സ് നിങ്ങൾ അറിയണം. പ്രസംഗിക്കാൻ വിളിക്കുന്ന ആളിന്റെ വ്യാഖ്യാനം നിങ്ങൾ അറിയണം. പ്രസംഗിക്കാൻ വിളിക്കുന്ന ആളിന്റെ ക്രിസ്റ്റോളജി നിങ്ങൾ അറിയണം. അല്ലെങ്കിൽ കൊലോസ്യ സഭയെ പോലെ ദുരുപദേശം കയറി അർമാദിക്കുന്ന രാത്രി മറന്നു പോകരുത്.
സ്തോത്രം പ്രിയമുള്ള ദുരുപദേശങ്ങൾ ഉത്പാദിപ്പിക്കുന്ന യോഗമാകരുത്, ഫാക്ടറികളാകരുത് നമ്മുടെ യോഗങ്ങളെന്ന് ഇന്ന് രാത്രി ഞാൻ ആധികാരികമായി പറയുന്നു. ആരോ വന്ന് പഠിപ്പിച്ചു, നക്ഷത്രങ്ങളിലും ഗോളങ്ങളിലും ഏതോ ദുരാത്മമണ്ഡലമുണ്ട്. നക്ഷത്രങ്ങളിലും ഗോളങ്ങളിലും ഏതോ ദുരാത്മമണ്ഡലമുണ്ട്. അത് നിങ്ങളുടെ മേൽ സ്വാധീനമുണ്ട്. നക്ഷത്രങ്ങളിലും ഗോളങ്ങളിലും നിങ്ങളുടെ മേൽ സ്വാധീനമുണ്ട്. ഇത് കേട്ടാൽ ഉപവാസം പ്രാർത്ഥന തുള്ളുന്നവരുണ്ടാവും. അത് അതിനെക്കാട്ടി അപകടകരമായ പ്രശ്നം എന്നറിയാമോ? ഈ മണ്ഡലവുമായി നമുക്ക് ബന്ധപ്പെടാൻ സഭയ്ക്കകത്തിലുണ്ട് സ്പിരിറ്റിസം. അല്ലെങ്കിൽ അതിന്റെ ഖണ്ഡനമാണ് കൊലോസ്യലേഖനം 1-ാം അധ്യായം. കൊലോസ്യലേഖനം 1-ാം അധ്യായം പൗലോസ് പറഞ്ഞു, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന്, പറയാമോ? ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന്, ഡോമിനേഷൻ ഓഫ് ഡാർക്ക്നെസ്, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ ഭൂപ്പന്റെ രാജ്യത്തിലാക്കി. ഇരുട്ടിന്റെ അധികാരത്തിൽ നിങ്ങളെ വിടുവിച്ച് നിങ്ങളെ കിങ്ഡം ഓഫ് ഗോഡിനകത്താക്കിയെങ്കിൽ കൊലോസ്യരെ ഇരുട്ടിന് നിങ്ങളുടെ മേൽ അധികാരമില്ല. ഇരുട്ടിന് നിങ്ങളുടെ മേൽ അധികാരമില്ല. തീർന്നില്ല ഖണ്ഡനം. 2:14 വാഴ്ചകളെയും അധികാരങ്ങളെയും സർവായുധവർഗം വെപ്പിച്ച് 3 കാര്യം നടന്നു. 1 നിരായുധരാക്കി, 2 കൗതുക കാഴ്ചയാക്കി, 3 ജയോത്സവം കൊണ്ടാടി. അങ്ങനെ വാഴ്ചകളെയും അധികാരങ്ങളെയും സർവായുധവർഗം വെപ്പിച്ച് കുരിശിൽ യേശു ജയോത്സവം കൊണ്ടാടിയെങ്കിൽ കൊലോസ്യരെ നക്ഷത്രങ്ങൾക്ക് നിങ്ങളുടെ മേൽ സ്വാധീനമില്ല, ഗോളങ്ങൾക്ക് നിങ്ങളുടെ മേൽ സ്വാധീനമില്ല, സൂര്യൻ നിങ്ങളുടെ മേൽ സ്വാധീനമില്ല, ചന്ദ്രൻ നിങ്ങളുടെ മേൽ സ്വാധീനമില്ല. കാരണം യേശു ജയമേറ്റെടുത്തവരാണ്. ഇതെല്ലാം അതിന്റെ ഖണ്ഡനമാണ്. അതൊക്കെ ആ ഭാഗം ഈ പാട്ട് പഠിച്ചാൽ മനസ്സിലാവും. ഒറ്റ വാനിലൊന്നും പിടികിട്ടില്ല. ഇന്ന് രാത്രി യേശു ആരാണെന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ജയം പ്രാപിച്ചവരാ. നിങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ രഹസ്യം, നിങ്ങളുടെ വീണ്ടെടുപ്പിന്റെ മഹത്വം, നിങ്ങളുടെ ദത്തെടുപ്പിന്റെ വില, നിങ്ങളുടെ അഭിഷേകത്തിന്റെ രഹസ്യം, ദൈവത്തിന് നൽകിയ ദൈവിക അധികാരങ്ങളുടെ മർമ്മത്തെ ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞുകൊണ്ട് പൈസ ആവശ്യമില്ലാത്ത മാമൂലികളെ ഭയപ്പെട്ട് ഇന്ന് രാത്രി ഇരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഇരുട്ടിൽ നിന്ന് നിങ്ങളെ ആ ഡാർക്ക്നെസിന്റെ ഡോമിനേഷൻ നിന്ന് ദൈവം നിങ്ങളെ വിടുവിച്ച്, ഇരുട്ടിന്റെ അധികാരത്തെ നിങ്ങളെ വിടുവിച്ച് നിങ്ങളെ ദൈവരാജ്യത്തിനകത്ത് ആക്കിയിരിക്കുകയാണ്. എന്നാലും സ്വതന്ത്രം പറയാത്തുണ്ട്. അവർക്ക് ഇരുട്ടെന്ന് എന്ത് ചെയ്യാൻ അവരെ കുറിച്ചൊക്കെ പ്രൈസ് രാത്രി പ്രിയമുള്ളവരെ പറയട്ടെ. ഇങ്ങനെ ഒത്തിരി ദുരുപദേശം, 11 ദുരുപദേശം പിന്നീട് നിങ്ങൾ പഠിച്ചു കൊടുക്കാം. അതിനെതിരെ 2-ാം അധ്യായം പൗലോസ് പറയുന്നു, 5 മുന്നറിയിപ്പ് നിങ്ങൾ പഠിച്ചോണം. പ്രസംഗിക്കുക. 5 മുന്നറിയിപ്പ്. ആരും നിങ്ങളെ ചതിക്കരുത്. വശീകരണ വാക്കുകൾ കൊണ്ട് ആരും നിങ്ങളെ ചതിക്കരുത്, ആരും നിങ്ങളെ വിധിക്കരുത്, ആരും നിങ്ങളെ വിരുദ്ധെത്തിക്കരുത്, ആരും നിങ്ങളെ അടിമപ്പെടുത്തരുത്. 5 മുന്നറിയിപ്പ് 2-ാം അധ്യായത്തിൽ പൗലോസ് പറയുകയാണ്. ഇന്ന് രാത്രി സഭയോട് പറയുന്നു, ആരും നിങ്ങളെ വിരുദ്ധെത്തിക്കരുത്, ആരും നിങ്ങളെ ചതിക്കരുത്. വശീകരണ വാക്കുകൾ കൊണ്ടും തത്വജ്ഞാനം കൊണ്ടും ആരും നിങ്ങളെ ചതിച്ചു കളയരുത്. ആരും നിങ്ങളെ പഴയ പ്രാകൃത പ്രമാണങ്ങൾ അടിച്ചേൽപ്പിച്ച് പൂർവ്വന്മാരുടെ സമ്പ്രദായങ്ങളിലേക്ക്, ന്യായപ്രമാണത്തിൽ ആചാരങ്ങളിലേക്ക് ആരും നിങ്ങളെ അടിമപ്പെടുത്തരുത്. ഡോക്ടറിനല്ല പാരമ്പര്യം. ഉപദേശത്തിന്റെ പേര് പറഞ്ഞ് പ്രാദേശിക കീഴ്വഴക്കങ്ങളെയും ഉപദേശത്തിന്റെ പേര് പറഞ്ഞ് പാരമ്പര്യങ്ങളെയും സഭയ്ക്കകത്ത് ഉപദേശത്തിന്റെ പേരിൽ തിരികെ കയറ്റരുത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, പൂർവ്വന്മാരുടെ സമ്പ്രദായം അനുസരിച്ച് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്റെ കൽപ്പനകളെ റദ്ദാക്കുന്നു. മത്തായി 15 മർക്കോസ് പറയുന്നുണ്ട്, പൂർവ്വന്മാരുടെ സമ്പ്രദായം വേറെ, കൽപ്പന വേറെ, ഡോക്ടർ വേറെ, ഡോക്ടർ വേറെ, പാരമ്പര്യം വേറെ, ഇതെല്ലാം വേറെയാണ്. അതുകൊണ്ട് ഏതെങ്കിലും കൾച്ചർ ഇഷ്യൂസ്, ഏതെങ്കിലും പാരമ്പര്യങ്ങൾ, ഏതെങ്കിലും കാര്യങ്ങൾ ഉപദേശത്തിന്റെ പെയിന്റ് അടിച്ച് സഭയ്ക്കകത്ത് തിരികെ കയറ്റരുത്. പൗലോസ് പറയുകയാണ്, ന്യായപ്രമാണത്തിലെ ആചാരങ്ങളിൽ നിങ്ങൾ അടിമപ്പെടരുത്. ഉപദേശം പറയുന്നത് ഇഷ്ടമില്ല, അതൊരു കാണും സഹോദരൻ. ഡോക്ടറുടെ സ്പീച്ച് നമ്മളുടെ വലിയ കുറവാണ്. മനസ്സിലായോ? ഡോക്മാറ്റിക് പ്രസംഗങ്ങൾ വളരെ കുറവാണ്. അതിന്റെ ഗതികളെല്ലാം സഭ അനുഭവിച്ചുകൊണ്ടിരിക്കാൻ വിശദീകരിക്കുന്ന പബ്ലിക് സ്പീച്ചാണ്. ഇന്ന് രാത്രി വളരെ വ്യക്തമായി പറയട്ടെ പ്രിയമുള്ളവരെ, ഈ 11 ദുരുപദേശങ്ങൾക്കെതിരെ പൗലോസ് അവതരിപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ 11 പദവികൾ. കേട്ടോ, യേശുക്രിസ്തുവിന്റെ 11 പദവികൾ. 1-ാം അധ്യായം കൊലോസ്യ ലേഖനത്തിൽ ആരാണ് ക്രിസ്തു? അതിക്രമങ്ങളെയും മോചനമെന്ന വീണ്ടെടുപ്പും നൽകിയ വിമോചകൻ. ഇന്ന് രാത്രി ഓമന പ്രദേശത്തോട് ഞങ്ങൾ പറയുന്നു, സർവശക്തനായ ദൈവം ഈ ഭൂമിയിൽ അവതരിപ്പിച്ച വിമോചനത്തിന്റെ മാർഗം യേശുവിന്റെ മാർഗം മാത്രമാണ്. അവരാണ് വിശ്വവിമോചകൻ, അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് നൽകിയ വീണ്ടെടുപ്പുകാരൻ. ഒന്ന് എവിടുന്ന വീണ്ടെടുത്തത്? ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന്. 1-ാം അധ്യായം മുഴുവൻ വായിച്ചു നോക്കണം. അവൻ നമ്മളെ നേർപ്പിച്ചതിനെ കുറിച്ച്. 2 ക്രിസ്തു സൃഷ്ടാവാണ്. സ്വതന്ത്രം. ആ ക്രിസ്തു ദൈവമാണ്. എല്ലാവരും ശ്രദ്ധിച്ചോണം കേട്ടോ. അപ്പൊ കുട്ടികൾ ചെറുപ്പക്കാരൊക്കെ ഉണ്ടല്ലോ,
എല്ലാവർക്കും വേണ്ടിയാണ് ഈ പ്രസംഗം. ഇപ്പൊ +2 ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ ഫർദർ സ്റ്റഡിക്ക് പോക്കൂ. ഉസ്മാനിയ യൂണിവേഴ്സിറ്റി, അലിഗഡിൽ, JNU-ൽ, മദ്രാസിൽ, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ, ഉക്രൈനിൽ, ജോർജിയയിൽ, റഷ്യയിൽ, ഫിലിപ്പീൻസിൽ, ചൈനയിലൊക്കെ പോക്കൂ. ഇഷ്ടംപോലെ അഡ്മിഷൻ കിട്ടും. പക്ഷേ ക്യാമ്പസുകളിൽ, അതുപോലെ തന്നെ ബ്യൂട്ടി പാർലറുകൾ കേന്ദ്രീകരിച്ച്, ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച്, ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച്, ട്രെയിനിങ് സെന്റർ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒട്ടനവധി സ്ക്വാഡ് വർക്കുകളുണ്ട്, വൈജ്ഞാനിക തർക്കങ്ങളുണ്ട്. അതിലൊന്നും ചെറുപ്പക്കാർ കുഞ്ഞുങ്ങൾ പെട്ടുപോകരുത് എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. നമുക്കൊരു സംശയമില്ല, ഇന്ന് രാത്രി നമ്മുടെ കർത്താവ് ദൈവമാണ്. ക്രൈസ്തവ സഭയ്ക്ക് ഒരു കാലഘട്ടത്തിലും ഒരു ഘട്ടത്തിലും സംശയമില്ലായിരുന്നു കേട്ടോ. മാറ്റി പറയാനാവാത്തതും, ഭേദഗതി വരുത്താൻ ആവശ്യമില്ലാത്തതും, തിരുത്തി പറയേണ്ട ആവശ്യമില്ലാത്തതും, ഒരിക്കലായി പ്രഖ്യാപിക്കപ്പെട്ടതുമായ സഭയുടെ വിശ്വാസ പ്രഖ്യാപനമാണ് നമ്മുടെ യേശു ദൈവമാണ് എന്നുള്ളത്. സഹോദരം, നമുക്ക് സംശയമൊന്നുമില്ല. നിങ്ങളിങ്ങനെ വേറെ പഠനത്തിലൊക്കെ ഇങ്ങനെ സ്റ്റേറ്റുകളിലൊക്കെ പോകും. കുറച്ച് കഴിയുമ്പോൾ കൂട്ടുകാരൊക്കെ അടുത്ത് കൂടും. ആ കൂട്ടുകാരെ ഞങ്ങൾ ചെലന്തിന്നൊക്കെ വിളിക്കും. നമ്മൾ യൂത്ത് ക്യാമ്പിനൊക്കെ ചർച്ച ചെയ്യാം, ഇവിടെ പറയുന്നില്ല. അപ്പൊ പറയും എനിക്ക് ബൈബിള് വായിക്കണമെന്ന് പറയും. ഒരു ബൈബിള് മധുപ്പാസ് ഇവിടെ അയച്ചു തരും. ബൈബിള് വായിച്ചിട്ട് കൂട്ടുകാരത്തി വന്ന് ചില ചോദ്യങ്ങൾ ചോദിക്കും. അത് ട്രെയിനിങ് കിട്ടി വന്നിട്ടുള്ള കൂട്ടുകാരിയാണ്, നമ്മളെ നോക്കിയൊന്നും അറിയത്തില്ല. ചില വാക്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കും. സ്തോത്രം. ഇത് സമാധാന കൂടാരും യുഗങ്ങളൊക്കെ പഠിച്ചിട്ട് പോയത്, തിയോളജി പഠിച്ചിട്ടൊന്നല്ല പോയത്. സ്തോത്രം. ഞാൻ ബാക്കികളൊന്നും പറയുന്നില്ല. ഇന്ന് രാത്രി പറയട്ടെ, അങ്ങനെയുള്ള വൈജ്ഞാനിക തർക്കങ്ങളിൽ പെട്ടുപോകാതിരിക്കാൻ തിയോളജിക്കൽ കൺവിക്ഷൻ, ഡോക്ടർ സ്റ്റെബിലിറ്റി നമ്മുടെ തലമുറയ്ക്ക് ആവശ്യമാണ്. ബയോളജി മാത്രം അവളെ പഠിപ്പിക്കാൻ പോരാ, തിയോളജി കൂടെ പഠിക്കണമെന്ന് അർത്ഥം. ബോധം പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. വളരെ വ്യക്തമായി പറയട്ടെ പ്രിയമുള്ളവരെ, സ്തോത്രം. ഇന്ന് രാത്രി നമുക്ക് ഒരു സംശയമില്ല നമ്മുടെ കർത്താവ് ആരാണെന്ന്. സ്തോത്രം. സക്കീർ നായിക്കിന് സംശയം കാണും കേട്ടോ, യഹോവസാക്ഷിക്കാരന് സംശയം കാണും, ക്രിസ്ത്യാനികൾക്ക് സംശയം കാണും. പക്ഷേ ചർച്ച കൂടുതലാർക്ക് സംശയമില്ല, ബന്ധക്കോസ്തുകാർക്ക് സംശയമില്ല. യേശു ദൈവമാണ് ഇന്ന് രാത്രി ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. 6 ചിന്താപീഠങ്ങളാണ് ഇന്ന് രാത്രി ഉയർത്തി പറയുന്നത്. 1, യേശുക്രിസ്തുവിന്റെ സവിശേഷ നാമങ്ങൾ, ദൈവിക നാമങ്ങൾ. 2, യേശുക്രിസ്തുവിന്റെ ദൈവിക ലക്ഷണങ്ങൾ. 3, യേശുക്രിസ്തുവിന്റെ ദൈവിക ചുമതലകൾ. 4, പഴയ നിയമത്തിൽ യഹോവയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പുതിയ നിയമത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 5, പിതാവിനോട് അതേ തുല്യതയിൽ, അതേ ബഹുമാനത്തിൽ, അതേ റാങ്കിൽ, അതേ നിലയിൽ പുത്രനെ പരിശുദ്ധമായി അവതരിപ്പിച്ചിരിക്കുന്നു. 6, യേശുക്രിസ്തു ആരാധന സ്വീകരിക്കുന്നു. ഈ 6 ചിന്താപീഠങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്ന യേശു ദൈവമാണ്. ഹല്ലേലൂയ. സഹോദരൻ, യേശുക്രിസ്തുവിനെ ദൈവം എന്ന് വിളിച്ചിട്ടുണ്ടോ എന്നാണോ ഡൗട്ട്? ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. ഈ ചോദിക്കുന്ന ആൾ ബൈബിൾ വായിച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് സംശയമാണ്. യശയ്യാപ്രവചനം 9:6 അവൻ ആരാ? വീരനാ ദൈവം. പിന്നെ ദേവസാക്ഷികളുടെ ബൈബിളില്ല, കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചോണം. ദേവസാക്ഷികളുടെ ബൈബിളില്ല, ശക്തനായ പടയാളിയാണ്. അവർക്ക് വേറൊരു ബൈബിളാണ്. സ്തോത്രം. ശക്തനായ പടയാളിയൊന്നും അല്ല, വീരനാ ദൈവം. കുഞ്ഞുങ്ങൾ മാത്രമല്ല, പക്ഷെ അമ്മമാർക്കും അച്ഛന്മാർക്കും പ്രശ്നമുണ്ട്. 30 വർഷം തിരുവല്ല ടൗണിൽ ആരാധിച്ചൊരു ഫാമിലി യഹോവസാക്ഷി പോയി. 30 വർഷം ഈ അമ്മാമ തൃത്വം അറിയാതെ ആരാധിച്ചത്. ചെണ്ടടി കേൾക്കുമ്പോൾ തുള്ളുന്ന സർക്കസുകാരന്റെ കുതിരയെ പോലെ തുള്ളിയാ പോരാ. യേശു ദൈവം എന്നാണ് ആരാധിക്കണം. റോമലേർ പറയും, ദൈവത്തെ ദൈവം എന്ന് ആരാധിക്കണം. സ്തോത്രം. ദൈവത്തെ ദൈവം എന്ന് ഞാൻ ആരാധിക്കേണ്ടത്. സ്തോത്രം. അതിവൈകാരിക അഭിനയിക്കുന്നതല്ല ഇത്. ആരാണ് ക്രിസ്തു എന്ന്, ആരെ അമ്പരപ്പിക്കുന്ന വ്യക്തിപ്രഭാവത്തെ ഇന്ന് രാത്രി ദൈവം നിറഞ്ഞുകൊണ്ട് ആരാധിക്കണം. സഹോദരം, എറണാകുളത്തെ ഫാമിലി ഈ സമീപകാലത്തുള്ളൊരു ദുരുപദേശമാണ്. നിങ്ങൾ യൂട്യൂബിലൊക്കെ അറിയാം. ഗേറ്റ് മിനിസ്ട്രി ദോഹ ചർച്ച കൂടി നമ്മൾ മുടക്കി തപ്പിളിയെ പുള്ളി ഒരു ദുരുപദേശം ഇറങ്ങിയിരിക്കുക. സഭ സ്ഥാപിച്ചത് അപ്പോസ്തലർ 2-13 റോമലേഖനം മുതൽ ഫിലോമോന്റെ ലേഖനം വരെ മതി, വേറൊന്നും വേണ്ട. സുവിശേഷം വേണ്ട, എബ്രായ ലേഖനം വേണ്ട, യാക്കോബിന്റെ ലേഖനം വേണ്ട. പോസ്റ്റ്മോൺ തീയതി എന്ന് പറയും, ഒരു സാഹിബിന്റെ ആക്രി അവിടെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇങ്ങനെ ആ ദുരുപദേശം കേട്ടോണ്ട് എറണാകുളത്ത് നമ്മളൊരു ഫാമിലി പോയി. അപ്പൊ ചെറുത് മാത്രമല്ല ഒളിച്ചോടുന്നത്, 30 കൊല്ലമായ വലുത് ഒളിച്ചോടുന്നുണ്ട്. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? വളരെ ഗൗരവമായി പറയട്ടെ, സഭയുടെ ദൈവശാസ്ത്ര ബോധ്യങ്ങളിൽ ഉറച്ചു നിൽക്കണം. ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞ് സഭയുടെ വിശ്വാസ പ്രമാണങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദുസ്വാധീനങ്ങളിൽ പെട്ടുപോകാതെ ക്രിസ്തു ആരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാകണം. ഇന്ന് രാത്രി സംശയമില്ല നമുക്ക്, അവൻ വീരനാം ദൈവം, മൈറ്റി ഗോഡ്.
റോമാലയർ 9:5 സർവ്വത്തിനും മീതെ ദൈവമായി വാഴ്ത്തപ്പെട്ടവൻ. യോഹന്നാൻ 1:1 the word was God, വചനം ദൈവമായിരുന്നു. വീണ്ടും യോഹന്നാൻ പറയുന്നു ഏകനായ ദൈവം, ഏകനാപുത്രനല്ല, മോണോഗനസ് തിയോസനല്ല, മോണോഗനസ് തിയോസന, ഏകജാതനായ ദൈവം. തീമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്നു ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നു സത്യദൈവം നിത്യജീവനുമാണ്. തീത്തോസ് പറയുന്നു ഗ്രേറ്റ് ഗോഡ്, മഹാദൈവം. എബ്രായർ 1:8 ഓ ഗോഡ്, എന്റെ ദൈവമേ. അങ്ങനെ 9 ഡയറക്റ്റായി യേശുവിനെ ദൈവം വിളിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി കാലമതി സ്വതം ചെയ്തിട്ട് നമുക്കൊരു സംശയമില്ല, നമ്മുടെ കർത്താവ് ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആ കർത്താവ് ദൈവമാണ്. പിന്നെ താഴ്ച ഭവിച്ചിട്ടുണ്ട്, അതാണ് കൊടുക്കുന്നത്. താഴ്ച ഭവിച്ചിട്ടുണ്ട്. താഴ്ച ഭവിച്ചത് മുഴുവൻ ഇൻകാർണേഷനുമായി ബന്ധപ്പെട്ടാണ്. ഇൻകാർണേഷൻ ജഡാവതരുമായി ബന്ധപ്പെട്ട, വീണ്ടെടുപ്പിന്റെ വേലയുമായി ബന്ധപ്പെട്ട, മനുഷ്യത്വമായി ബന്ധപ്പെട്ട, സെർവന്റുമായി ബന്ധപ്പെട്ട താഴ്ച ഭവിച്ചവനായി കാണുന്നത്. പക്ഷെ പിതാവിനേക്കാൾ പുത്രൻ താണവനല്ല, പുത്രനേക്കാൾ താണവനല്ല പരിശുദ്ധാത്മാവ്. അത് സബോർഡിനേഷനിസമാണ്. അതിലുള്ള സങ്കല്പം തീയറിയ ഞങ്ങളത് തള്ളിക്കളയുക. കോ ഈക്വൽ, കോ എറ്റേണൽ, കോ എസിസ്റ്റൻസ്, ഹോമോസിയോൺ. പിതാവിന്റെ സാരാംശം എന്താണോ അതാണ് പുത്രന്റെ സാരാംശം. അവര് തുല്യരാണ്, അവർ സമന്മാരാണ്. തൃത്വത്തിൽ ഒരു ഹൈറാർക്കിയുമില്ല. ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു പ്രിയമുള്ളവരെ, സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾക്ക് സംശയമില്ല കേട്ടോ, ഒരാശയക്കുഴപ്പം നിങ്ങളുടെ ഉണ്ടാക്കേണ്ട. ക്രൈസ്തവ സഭയുടെ വിശ്വാസ പ്രഖ്യാപനമാണത്. Glory to God. Hallelujah. ആ കർത്താവ് ആരാണ്? ദൈവമാണ്. സ്തോത്രം. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പറയാൻ പോയാൽ ഒത്തിരി സമയമാകും. സ്തോത്രം. പ്രിയമുള്ളവരെ, സൃഷ്ടാവാൻ അവൻ ആരാണ്? എന്നിട്ട് പൗലോസ് പറയാണ് കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ സർവ്വസൃഷ്ടിക്കും ആദിയാതൻ. അത് നിങ്ങളെ കൊടുക്കുവാകാർ കൊടുക്കുന്ന വാക്യാണ്. സർവ്വസൃഷ്ടിക്ക് ആദിയാതൻ എന്ന് പറഞ്ഞാൽ എല്ലാം സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആദ്യം യേശുവിനെ സൃഷ്ടിച്ചു എന്നല്ല അർത്ഥം കേട്ടോ. ആ വായനയിൽ അങ്ങനെ തോന്നും, അത് വെച്ചാ പിടിക്കുന്നത്. എല്ലാവരും മാത്രമല്ല, പകലാ വരുന്നത്. സാക്ഷിക്കാരുടെ മിഷണറിമാർ കൊച്ചു കുട്ടികൾ, പെൺകുട്ടികളാണ്. വീടുകളിൽ ആണുങ്ങൾ കാണത്തില്ല, അമ്മമാരെ പിടിക്കുന്ന അങ്ങനെ 3 വാക്യം ഡയറക്റ്റ് അവർ യോജിക്കും. അതോടുകൂടി സൂസമാമയുടെ കഥ കഴിയും. സ്തോത്രം. മനസ്സിലായോ? അതിനുള്ള നോളജൊക്കെ ഉള്ളു നമുക്ക്. ഞാൻ വാക്യങ്ങൾ പറഞ്ഞ് ഇപ്പം ഡിപ്രഷൻ ഉണ്ടാക്കുന്നില്ല. ഇത് രാത്രി പ്രിയമുള്ളവരെ വ്യക്തമായി പറയട്ടെ. സ്തോത്രം. സർവ്വസൃഷ്ടിക്കും ആദിയാതെന്ന് പറഞ്ഞ കുഞ്ഞിന്റെ കേട്ടോണം. ഫസ്റ്റ് ക്രിയേറ്റഡ് എന്നല്ല അർത്ഥം. സകലം സൃഷ്ടിക്കുന്ന മുമ്പ് യേശുവിനെ സൃഷ്ടിച്ചു എന്നല്ല അർത്ഥം. അതിന്റെ അർത്ഥം പ്രോട്ടോട്ടോക്കസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സകലവും സൃഷ്ടിക്കുന്നതിന് മുമ്പ് നമ്മുടെ യേശു ഉണ്ടായിരുന്നു. സ്തോത്രം. അല്ല, താഴെ പറയുന്നുണ്ടാവും സകലത്തിന് മുമ്പിനും ആരംഭമാകുന്നു. അതുകൊണ്ട് സകലവും സൃഷ്ടിക്കുന്നതിന് മുമ്പേ അവരുണ്ടായിരുന്നു. അബ്രഹാമിന് മുമ്പ് ഞാൻ ഉണ്ടായിരുന്നു. ക്രിസ്തു തന്റെ മഹാപുരുഷ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, പിതാവേ, ലോകം ഉണ്ടായതിനു മുമ്പ് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, സ്തോത്രം. പിന്നെ താഴെ മരിച്ചവൻ ആദ്യം ഉയർത്തെഴുന്നേറ്റവൻ, സഭയുടെ ശിരസ്. സഭയുടെ നേതാവ് ചെയർമാൻ അല്ല കേട്ടോ, പ്രസിഡന്റ് അല്ല. സഭയുടെ ശിരസാര ക്രിസ്തുവാണ്. അവയവത്തിന്റെ കേന്ദ്രം എവിടെയാ? നിയന്ത്രണത്തിന്റെ കേന്ദ്രം എവിടെയാ? ജീവന്റെ കേന്ദ്രം എവിടെയാ? അവയവങ്ങളുടെ നിയന്ത്രണ കേന്ദ്രം എവിടെയാ? സഭയുടെ എക്ലീസിയാസ്റ്റിക്കൽ അതോറിറ്റി. സഭയുടെ സുപ്രീം ഹെഡ് പ്രസിഡന്റ് അല്ല. സഭയുടെ പരമാധികാരി അധ്യക്ഷൻ ചെയർമാൻ അല്ല. സഭയുടെ അധ്യക്ഷൻ, സഭയുടെ ശിരസ് ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ബൈബിളികമല്ലാത്ത പദാവലികൾ പോലും നമ്മൾ ഉപയോഗിക്കരുത്. ബിബ്ലിക്കലല്ലാത്ത, ബൈബിളിലില്ലാത്ത ഒരു ടെർമിനോളജി പോലും നമ്മുടെ ആശയവിനിമയങ്ങളിലോ വീടിലോ പോലും നമ്മുടെ വ്യവഹാര മണ്ഡലങ്ങൾ ഉപയോഗിക്കരുത്. ബൈബിളികമല്ലാത്ത പദാവലികൾ പാട്ടിൽ പാടില്ല, പ്രസംഗത്തിൽ പാടില്ല, സംസാരങ്ങളിൽ പാടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ബൈബിളികമല്ലാത്ത ടെർമിനോളജികൾ ഉപയോഗിക്കരുത്. മനസ്സിലായത്? നമ്മൾ നിരന്തരം ഉപയോഗിക്കും. നമ്മൾ എപ്പോഴും പറഞ്ഞ എപ്പോഴാ ഒരു ഉദാഹരണം പറയാ. അങ്ങനെ ഒത്തിരി ഉണ്ട്. അങ്ങനെ വളരെ ബൈബിളികമല്ലാത്ത, ശ്ലൈഹികമല്ലാത്ത, ആത്മീയമല്ലാത്ത ടെർമിനോളജികൾ പോലും, പദാവലികൾ പോലും പാട്ടുകളിലും പ്രസംഗങ്ങളിലും ആശയവിനിമയങ്ങളിലും വ്യവഹാരങ്ങളിലും ഗാർഹിക വ്യവഹാരത്തിനകത്തും പുറത്തും ഉപയോഗിക്കാൻ പാടില്ല. സ്തോത്രം. ഇന്ന് രാത്രി പ്രിയമുള്ളവർ പറയട്ടെ, അവൻ ക്രിസ്തു സഭയുടെ ശിരസാണ്. അവൻ പിതാവിനോട് സകലവും നിരപ്പിച്ചവനാണ്. സ്തോത്രം. പിതാവിന് പ്രിയനായവനാണ്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്. പഠിച്ചോ, 11 കാര്യമുണ്ട്. ഇത് 11 ഉള്ളിൽ കയറിയാൽ പിന്നെ നിങ്ങളുടെ ഞരമ്പ് പടത്തിൽ യേശുവാണ് വികാരം. യേശുവാണ് നമ്മുടെ എല്ലാം. അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ എന്ന് പറഞ്ഞാൽ അവിടെ വ്യാഖ്യാനിക്കണം. നിങ്ങളുടെ ചോദിക്കും, എന്താ നിങ്ങൾക്ക് ഐഡൻസ് ഇല്ലാതെ ചുമർച്ചിത്രം പോലെയല്ലോ.
എന്താ ഐഡൽസ് ഇല്ലാത്തത്, ഐക്കൺസ് ഇല്ലാത്തത്, ഇമേജ് ഇല്ലാത്തത്? അതിന് ദൈവശാസ്ത്രപരമാണ് നമ്മുടെ മറുപടി. ഞാൻ ഹോറേബിൽ വെളിപ്പെട്ടപ്പോൾ നിങ്ങൾ എന്റെ രൂപം കണ്ടില്ല. അതുകൊണ്ട് ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ മീതെ ജലാശയത്തിൽ ഒന്നിന്റെ രൂപമരുത്. നിങ്ങൾ എന്നെ ആരോട് തുല്യനാക്കും? നിങ്ങൾ എന്നെ ആരോട് ഉപമിക്കും? ഇന്ന് രാത്രി പറയുന്നു, അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയെന്ന് പറഞ്ഞാൽ കൃത്യമായ പ്രതിച്ഛായ വെളിപ്പെടുത്തുന്നവൻ ക്രിസ്തുവാണ്. വിശദീകരിക്കുന്ന ഒന്നുകൂടെ, ദൈവത്തെ വെളിപ്പെടുത്താൻ, ദൈവത്തെ പ്രത്യക്ഷവൽക്കരിക്കാൻ, ദൈവത്തെ ദൃശ്യവൽക്കരിക്കാൻ, ദൈവത്തെ റെപ്രസെന്റ് ചെയ്യാൻ, ദൈവത്തെ ആവിഷ്കരിക്കാൻ തന്റെ പുത്രനായ ക്രിസ്തുവിനല്ലാതെ വേറെ ആർക്കും കഴിയത്തില്ല. യേശുവിനല്ലാതെ വേറെ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ടാണ് ഇമേജുകളില്ലാത്തത്, ഐഡൽസ് ഇല്ലാത്തത്. ഏദൻസിലെ പ്രസംഗത്തിൽ പൗലോസ് എന്ന് പറയുന്നുണ്ട്, ഏദൻസുകാരെ, നിങ്ങൾ വൈജ്ഞാനിക ലോകത്തെ ആക്രമിക്കുന്നവരാണ്. ബുദ്ധിജീവികളുടെ മെക്ക എന്നറിയപ്പെടുന്ന തത്വങ്ങളുടെ തറവാടെന്ന് അവരുടെ നാമത്തിൽ അറിയപ്പെടുന്ന ഏദൻസിന്റെ തിരുമറ്റിൽ നിന്നുകൊണ്ട് പൗലോസ് പറയുകയാണ്, ദൈവം പിതാവാണ്, നിങ്ങൾ മക്കളാണ്. നിങ്ങളെ അറിവിന്റെ ദൈവത്തെക്കുറിച്ചുള്ള അറിവിന്റെ പരിമിതിയാണ്. നിങ്ങൾ ദൈവത്തെ ഉണ്ടാക്കുന്നത്. ദൈവം ശില്പവിധിയല്ല. അവൻ അവൻ സൃഷ്ടി ഉൾപ്പെട്ടവനല്ല, അവൻ സൃഷ്ടിയുമല്ല. അവൻ സ്വർഗത്തെ ഭൂമിക്ക് കർത്താവാണ്. അതുകൊണ്ട് ഈ ദൈവത്തെ കെട്ടിടങ്ങളിൽ നിങ്ങൾക്ക് ഇരുത്താൻ പറ്റില്ല. ഹല്ലേലൂയ. ആ പ്രസംഗം നടക്കുന്നതാണ് അർത്തമീസിന്റെ ക്ഷേത്രത്തിന്റെ അടുത്ത് വെച്ച ദൈവങ്ങളുടെ നാടാണ്. സീയൂസും അപ്പോളയും യാത്രയും ദൈവങ്ങളുടെ നാടാണ്. വാരാണസി പോലെ, തിരുവനന്തപുരം പോലെ ദൈവങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും നാടാണ് ഏത്? ഈ ഏദൻസ്. ആ ഏദൻസിലെ അവിടുത്തെ തൊട്ടടുത്ത് അർത്തമീസിന്റെ പാത്രം ക്ഷേത്രത്തിന്റെ അടുത്ത് നിന്നുകൊണ്ട് പൗലോസ് അരവെ കുന്നിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ദൈവം ആരാണ് നിങ്ങൾ അറിയണം. ആരാണ് ദൈവം, ആരാണ് പൂജാ വിഷയം, ദൈവത്തിന്റെ സ്വഭാവം എന്താണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ആ ദൈവം മനുഷ്യന്റെ സൃഷ്ടിയല്ല, സൃഷ്ടി ഉൾപ്പെട്ടവനല്ല. അതുകൊണ്ട് കെട്ടിടങ്ങളിൽ ദൈവത്തെ നിങ്ങൾക്ക് തിരുത്താൻ പറ്റില്ല. അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ. ഐക്കണോഗ്രാഫി ബൈബിളിൽ നമുക്ക് സബ്ജക്റ്റുണ്ട്, ഐക്കണോഗ്രാഫി. അദ്ദേഹത്തെ നമ്മൾ കൃത്യമായി പറയും, നമുക്ക് ഇമേജുകൾ ആവശ്യം. അതാണ് ഇമേജ് ഇല്ലാത്തത്. നിങ്ങളെന്റെ രൂപം കണ്ടില്ല. അത് വെളിപ്പെടുത്താൻ ക്രിസ്തുവിന് മാത്രമേ പറ്റൂ. എവിടെയെങ്കിലും വെളിപ്പെട്ടെങ്കിൽ നമ്മൾ തിയോഫനിയിൽ പിന്നീടൊക്കെ പറയല്ലോ, അത് ക്രിസ്തുവാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, അതുകൊണ്ട് അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്. പൗലോസ് ലേഖനം വളരെ മനോഹരമായി അത് വിശദീകരിക്കുന്നു. ഫിലോമോൻ ലേഖനം കൊച്ചു ലേഖനമാണ്, പക്ഷെ അതിനകത്ത് പറയുന്നത് യേശു കർത്താവാണ്. കൂറിയോസ്, കർത്താവ്. ഒനോസിമോസിനെ ഫിലോമോനെ രണ്ട് ബൈനറികളായി അവതരിപ്പിച്ചുകൊണ്ട് വിശദീകരിക്കുകയാണ്, യേശു കർത്താവാണ്. അതിന് വാക്കിലൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ ആ വാക്ക് ആർക്കും ഉപയോഗിക്കാം. കൂറിയോസ്, ഭാര്യയ്ക്ക് ഭർത്താവിനെ വിളിക്കാം. മിക്കവാറും വൈകിട്ട് വല്ലവരും കൂറിയോസ് എന്നായിരിക്കും വിളിക്കുന്നത്. സ്വതന്ത്രം, കൂറിയോസ്. അതുകൊണ്ടാണ് സാറ വിളിച്ചത് യജമാനനെ, അഡോണായി. അതാണ് ഹീബ്രു. കൂറിയോസ് അതാണ് ഗ്രീക്ക്. യജമാനനെ ഭാര്യയ്ക്ക് ഭർത്താവിനെ വിളിക്കാം. സ്റ്റുഡന്റിന്, വിദ്യാർത്ഥികൾക്ക് അധ്യാപകനെ വിളിക്കാം. അടിമയ്ക്ക് ഡൂലോസിന് ഉടമയെ വിളിക്കാം. സ്തോത്രം, ഉടമയെ വിളിക്കാം. സ്തോത്രം. അങ്ങനെ ആ രീതിയിലെല്ലാം സംസാരിക്കാം, ആ രീതിയിലെല്ലാം വിളിക്കാം. ഒരു പൊതുവായ വാക്കാണ് ആ വാക്ക്. പൗലോസ് ദൈവശാസ്ത്രമായി മറികടക്കണം. വിശദീകരിക്കാം. നിങ്ങൾ മുഖ്യമന്ത്രി വിളിക്കാം, ഭരണകർത്താവിനെ വിളിക്കാം, കർത്താവ്. കൂറിയോസ് വിളിക്കാം. അതുകൊണ്ട് കൈസന്മാരെ കർത്താക്കന്മാരെന്നാണ് വിളിച്ചത്. കൈസന്മാര് അവരുടെ വിളംബരം നടത്തുന്നത് എങ്ങനെയാണെന്നറിയോ? നിങ്ങളുടെ കർത്താവും നിങ്ങളുടെ രക്ഷിതാവുമായ നിങ്ങൾ ഇങ്ങനെ വിളംബരം ചെയ്യുന്നു. നിങ്ങളുടെ കർത്താവും നിങ്ങളുടെ ദൈവമായ വെസ്പേഷ്യൻ ഇങ്ങനെ വിളംബരം ചെയ്യുന്നു. നിങ്ങളുടെ കർത്താവും നിങ്ങളുടെ ദൈവമായ വലേറിയ ഇങ്ങനെ വിളംബരം ചെയ്യുന്നു. അതിന് കൗണ്ടറാണ് റോമാലേഖനം 10:9. യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായു കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. മനസ്സിലായോ? ക്രൂസൈഡിൽ കൈവക്കി രക്ഷിക്കപ്പെട്ടവരല്ല ആദിമസഭയിലെ വിശ്വാസികൾ. ഞങ്ങളുടെ അനീഷ് പാസ് പറയുന്ന ടിക്കറ്റ് സഭയ്ക്കകത്ത് വന്നതല്ല, ഒരു കാർഡ് വിതരണം ചെയ്യട്ടെ. പണ്ട് ഇപ്പം നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്നു. രക്ഷിക്കപ്പെട്ടോ, ടിക്കറ്റ്. സ്നാനപ്പെടാൻ ആഗ്രഹിക്കുന്നു, ടിക്ക്. പ്രാർത്ഥന വിഷയം, പ്രാർത്ഥന വേണോ, ടിക്ക്. ഞങ്ങളുടെ സഭയിൽ വരുമോ, ടിക്ക്. അങ്ങനെ ടിക്കറ്റ് സഭയ്ക്ക് അത് കയറിയതല്ല. പിന്നെ എങ്ങനെയാ? സാമ്രാജ്യത്തിന്റെ മതം ഞങ്ങൾക്ക് വേണ്ട, സ്റ്റേറ്റിന്റെ മതം ഞങ്ങൾക്ക് വേണ്ട, സാമ്രാജ്യത്തിന്റെ ആരാധന ഞങ്ങൾക്ക് വേണ്ട. കൈസർ അല്ല ഞങ്ങളുടെ കർത്താവ്, യേശുവാണ് ഞങ്ങളുടെ കർത്താവെന്ന് കൃത്യമായി വിളിച്ചു പറഞ്ഞുകൊണ്ട് മരണത്തിന് വേണ്ടി തീരുമാനമെടുത്ത് വാളിന്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞവന്റെ മാർഗമാണ്. ഇന്ന് രാത്രി ഇവിടെ വന്നിട്ട് നല്ലൊരു സ്വോത്രം പറയാത്തവർ കേട്ടോണം. ഇത് ഉഴപ്പന്റെ സഭയല്ല, ഇത് ഉറങ്ങുന്നവരുടെ സഭയല്ല, ഇത് അരസന്മാരുടെ സഭയല്ല, ഇത് രക്തസാക്ഷികളുടെ സഭയാണ്. കേട്ടോ? സാമ്രാജ്യത്തിനെതിരെ, സ്റ്റേറ്റിനെതിരെ, ഇമ്പീരിയലിസത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് യേശു കർത്താവെന്ന് ഏറ്റു പറഞ്ഞവരുടെ മാർഗമാണിത്. കേട്ടോണം. ഒരു മഴക്കോട് കണ്ട യോഗം മുടക്കുന്നവർ കേട്ടോണം.
ഒരു സ്വോത്രം പറയാൻ, പാട്ടുകാർ പറയണ സ്വോത്രം പറയാൻ, പാസ്റ്റർമാർ അതും സന്തോഷമുള്ളവർ പറയാൻ പറയണം. അതിന് തീവ്രതയ്ക്ക് ഇൻകറക്റ്റാണ്. സന്തോഷമുള്ളവർ മാത്രമല്ല, എല്ലാത്തിനും പറയട്ടെ. സ്വോത്രം. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ വ്യക്തമായി പറയട്ടെ, 85-ാമത്തെ വയസ്സിൽ പോളികാർപ്പിനെ കൊണ്ട് നിർത്തി കൊലപ്പെടുത്താൻ നിങ്ങൾ യേശുവിനെ തള്ളിപ്പറ. പോളികാർപ്പിൽ കഴിഞ്ഞ 85 വർഷക്കാലം ഒരു ദോഷം പോലെ ഈ ദൈവം എനിക്ക് ചെയ്തില്ല, പിന്നെ തള്ളിപ്പറയണം എന്നെ കൊന്നുകള. അങ്ങനെ 85-ാമത്തെ വയസ്സിൽ രക്തസാക്ഷിയായ യേശുവിനെ തള്ളിപ്പറയാതെ ഏറ്റുപറഞ്ഞ സ്മുർന്നയിലെ ബിഷപ്പ് പോളികാർപ്പിന്റെ സഭയാണിത്. വന്നിട്ട് പുഷ്ടിയോടെ സ്വോത്രം പറയാൻ കച്ചായം കേട്ടോണം. കേട്ടോ, ആജ്ഞയുള്ളവരുടെ സഭയാണിത്. ധീരന്മാരുടെ സഭയാണ്. സാമ്രാജ്യത്തിന്റെ തൂക്കുമരങ്ങളിൽ ഊഞ്ഞാലാടിയ ഭരണകൂട ഭീകരരുടെ രഥചക്രങ്ങൾ ചവിട്ടി മരിച്ച് അരച്ചു കളഞ്ഞ് ധീര രക്തസാക്ഷികളുടെ സഭയാണ് ഇത്. ഉറക്കം തൂങ്ങിയുടെ സഭയല്ല, അലസന്മാരുടെ സഭയല്ല, സാക്കുഞ്ഞിന്റെ പ്രബന്ധത്തിൽ പറയുന്ന ഒരു ബാക്ക് ബെഞ്ച് ബിലീവേഴ്സിന്റെ സഭയല്ല, ഞായറാഴ്ച മാത്രം ഹാജരെടുക്കാൻ അറ്റൻഡൻസ് ബിലീവേഴ്സിന്റെ സഭയല്ല. ഇത് ധീരന്മാരുടെ സഭയാണ്. Glory to God. Hallelujah. ഒരു 12 വയസ്സുകാരൻ പിന്നെ രക്തസാക്ഷി അറിയാമോ? അന്വേഷണം വന്നിട്ട് ഗെയിം കളിക്കുന്ന പൂഞ്ഞോട്ട് കളിക്കുന്ന 12കാരൻ കേട്ടോണം. ഒരു സിറിൽ കൊണ്ടുനിർത്തി അവനെ കൊല്ലാൻ താമസിച്ചു. അപ്പൊ അവൻ ആരാച്ചാരോട് പറയാ, നിങ്ങൾ എന്തിനു താമസിക്കുന്നു, വേഗം എന്നെ കൊല്ല്, എനിക്ക് യേശു അപ്പത്തിന്റെ അടുത്തേക്ക് പോകണം. ഗെയിം കളിക്കുന്ന കേട്ടോണം. അത് 12കാരൻ മാത്രമല്ല, ഇന്നലെ ഞാൻ അവിടെ താമസിക്കുമ്പോൾ സ്റ്റേജിൽ ഉപദേശി കളിക്കുന്നു. അവരോടൊക്കെ പറയാൻ എനിക്കറിയത്തില്ല, കാവലം പറഞ്ഞാലേ പറ്റൂ. ഇന്ന് രാത്രി വളരെ വ്യക്തമായി പറയട്ടെ പ്രിയമുള്ളവരെ, സ്തോത്രം വളരെ ഗൗരവമായി ഓർപ്പിക്കുകയാണ്. 12 വയസ്സുകാരൻ സിറിൽ രക്തസാക്ഷിയായ സഭയാണിത്. ഒരു ഗർഭിണി രക്തസാക്ഷിയായി അതിവൈകാര്യമായിരുന്നു കോടതിയിലെ രഹസ്യ ആ സംഭവങ്ങൾ. തന്റെ പിതാവ് പറഞ്ഞ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ പേരിൽ യേശുവിനെ തള്ളി പറയണം. വികാരപരമായി അന്തരീക്ഷം ഉണ്ടാക്കിയത് യേശുവിനെ തള്ളി പറയാൻ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അവൾ പറഞ്ഞു, നിങ്ങൾക്കൊന്നോ ഞാൻ ഇവരെ കുഞ്ഞു രക്തസാക്ഷിയാകും. അങ്ങനെ ഗർഭിണി രക്തസാക്ഷിയായ സഭയാണെന്ന് ഓർക്കണം. ഈ സഭയെ പകർക്കാൻ ഒരു ശക്തിയും കഴിയത്തില്ല കേട്ടോ. നീറോയും മാർക്കസും ട്രാജനും കമ്മീഷനും ഡയോക്ലേഷ്യനും വെസ്പേഷ്യനും വലേറിയനും എല്ലാം നോക്കിയിട്ട് ഈ സഭയെ പകർക്കാൻ കഴിയില്ല. ഇത് പണിത് കല്ലുകൊണ്ടല്ല, ഇത് പണിത് മിറ്റിന് മിസ്ത്രി കൊണ്ടല്ല, ഇത് പണിത് സിമന്റ് കൊണ്ടല്ല, ഇത് പണിത് യേശുവിന്റെ രക്തം കൊണ്ടാണ്. ആ സഭയെ പകർക്കാൻ ഒരു ശക്തിയും കഴിയത്തില്ല കേട്ടോ. ഇന്ന് സംഘടിതമായി സഭ പെന്തക്കോസ്തുകാർ തന്നെ ഇന്ന് 22 ലക്ഷം പേരുണ്ട് കേട്ടോ. കത്തോലിക്ക് കഴിഞ്ഞ ഏറ്റവും കൂടുതൽ പെന്തക്കോസ്തുകാരാണ്. ഞങ്ങൾ പുറത്താണെന്ന് ചിന്തിച്ചു കളയരുത്. സ്വതന്ത്രം 2 ലക്ഷം വോട്ടർമാർ പാർലമെന്റ് മണ്ഡലത്തിലോട് 2 ലക്ഷം വോട്ടർമാർ ഞങ്ങൾ ഈ പത്രസമ്മേളനം നടത്തിയതാണ്. സ്വതന്ത്രം 22 മണ്ഡലങ്ങളിൽ 10 മുതൽ 20,000 പേര് വോട്ടർമാരുണ്ട്. ചെങ്ങന്നൂർ, ആറന്മുള, തിരുവല്ല, ആദ്യം ഉൾപ്പെടെ. പണ്ട് ഞാൻ പറഞ്ഞു, ഇപ്പോഴത്തെ പവർ പറയുന്നതിന് വേണ്ടിയാണ്. പണ്ടത്തെ സഭ ഇത്രയും ശക്തമല്ല, മാൻ പവറില്ല, മണി പവറില്ല. 11 ചെറുപ്പക്കാർ കടപ്പുറങ്ങളിൽ മീൻ പിടിച്ചുകൊണ്ട് നടന്ന 11 ചെറുപ്പക്കാർ അവരുടെ ബിരുദത്തെ കുറിച്ച് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അവരുടെ കഴിവ് എന്താണെന്നറിയാമോ? അൺസിവിലൈസ്ഡ് ആൻഡ് അൺട്രെയിൻഡ്, നാഗരികതയില്ലാത്ത, സംസ്കാരമില്ലാത്ത, വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ 11 പേർ. അവർക്ക് സീലില്ല. നമുക്ക് എത്ര സീലുണ്ടെന്ന് അറിയാം. അവർക്ക് ലെറ്റർ പാടില്ല, നമുക്ക് പല കളറിൽ ലെറ്റർ പാടാണ്. അവർക്ക് ലാൻഡില്ല, സെമിത്തേരി ഇല്ല, സെമിനാരി ഇല്ല. സെമിത്തേരി എന്തിനാ? സിംഹത്തിന്റെ വായിലേക്ക് പോകുന്ന എന്തിനാ ഈ വലിയ സെമിത്തേരി? കുടുംബക്കാരുടെയൊക്കെ ഇതൊന്നുമില്ല, കെട്ടിടങ്ങളില്ല, ഇതൊന്നുമില്ലാത്ത സഭ. ന്യൂ ടെസ്റ്റ്മെന്റ് ഇല്ല, പഴയ വെച്ചോട് ആരായിച്ചത് കേട്ടോ. സ്തോത്രം. പത്രോസ് പ്രസംഗിച്ച യോബേൽ പ്രവചനത്തിൽ നിന്ന്, യേശു പ്രസംഗിച്ച പഴയ നിയമത്തിൽ നിന്ന്, അതുപോലെ തന്നെ എല്ലാരും പ്രസംഗിച്ചത് എങ്ങനെയാ? പെരുന്നാളിന് പോയ ആള് തിരിച്ചു വന്നപ്പോൾ യശാപ്രവചനം 53 വായിച്ചാ സ്നാനപ്പെട്ടത്. ഓർമ്മ ചെയ്താണ്ട് റോമാലേഖനം 10 പ്രാവശ്യം വായിച്ചിട്ട് സ്നാനപ്പെടാത്ത അമ്മാവയുണ്ട് കേട്ടോണം. യശാപ്രവചനം 53 സ്നാനമില്ല, അത് വായിച്ചാ സ്നാനപ്പെട്ടതെന്ന്. അതാ ഫിലിപ്പോസിന്റെ ഇന്റർപ്രിട്ടേഷൻ. വ്യാഖ്യാനിക്കാൻ അറിയുന്നവൻ ആണ് വ്യാഖ്യാനിച്ചത്, പൊരുൾ തിരിച്ചത്. അവൻ പൊരുൾ തിരിച്ചപ്പോൾ മനസ്സിലായി യെശയ്യാ 53 സഫറിംഗ് സെർവന്റ് യേശുവാണ്. മിണ്ടാതിരിക്കുന്ന മുമ്പിൽ ആ കുഞ്ഞാട് പോലെ മിണ്ടാതെ, രോമം കത്തിരിക്കുന്നവൻ മിണ്ടാതെ കുഞ്ഞാട് യേശുവാണ്. അത് വിശദീകരിച്ചു. ആ യേശുവാണെന്ന് മനസ്സിലായപ്പോൾ തടാകം കണ്ടപ്പോൾ സ്നാനപ്പെട്ടത്. കൊലോസ്യ ലേഖനം, റോമാലേഖനം 6 വായിച്ചല്ല, യെശയ്യാപ്രവചനം 53 വായിച്ചാണ്. ഇതാണ് ബൈബിൾ വ്യാഖ്യാനം. ഹല്ലേലൂയ, സ്തോത്രം. അതാണ് ഈ സഭ. ഈ ന്യൂ ടെസ്റ്റ്മെന്റ് പോലും ഇല്ലാത്ത സഭയാണ്. ആ സഭയാണ് സാമ്രാജ്യത്വം ആക്രമിച്ചത്. പീഡനങ്ങൾ, നിസാര പീഡനമൊന്നുമല്ല, കാലുവേദന, മുട്ടുവേദനയൊന്നുമല്ല. സ്തോത്രം. ചുണ്ണാമ്പ് കലക്കി കടലൊഴിക്കും,
ഞാൻ കുറച്ച് ആളായി സവാരി പഠിപ്പിക്കുന്ന ആളാണ്. ചുണ്ണാമ്പ് കലക്കി കണ്ണിലൊഴിക്കും, കമ്പി ഒഴിപ്പിച്ച് ശരീരത്തിൽ വെക്കും, കുടിൽ കൊണ്ട് നഖം പറിക്കും. വെള്ള എലികളെ കുടത്തിൽ പട്ടിണി കെട്ട ശേഷം വയറിനോട് ചേർത്ത് വെച്ച് ഈ കുടം കെട്ടും. എലികൾ വയറ് ഒരു നകത്ത് പോയിട്ട് വേറെ പാരം ഉണ്ടാക്കി പുറത്തു. മഴക്കോട് കാണുമ്പോൾ കൺവെൻഷൻ മുടക്കുന്നത് കേട്ടോണം. ഇങ്ങനെ വില കൊടുത്തവന്റെ മാർഗമായി നിങ്ങളെ അല്ല. സ്വത്രം തല അടകലിലേക്ക് വെച്ച് പുല്ല് കൊണ്ട് അടിച്ചു പൊട്ടിക്കും. കൂടം കൊണ്ട് കുതിരയുടെ കാലെ കെട്ടിയിട്ട് പാറക്കെട്ടിലൂടെ ശീക്രം കുതിര ഓടിക്കും. പഴുത്ത ദ്രവിച്ച ശവശരീരത്തിൽ മുഖാമുഖം കെട്ടിയിട്ടിട്ട് താഴ്വരയിൽ വലിച്ചെറിയും. ഇങ്ങനെ ചുരുളിൽ ചുരുട്ടി തൂരിൽ ചുരുട്ടി വലിഞ്ഞു മുറുകിയിട്ട് വെയിലത്തിടും. വെയിലുള്ളുമ്പോൾ ഇത് മുറുങ്ങുമ്പോൾ അസ്ഥികൾ ഒടിയും. തീർച്ചമാണാൽ അവർക്ക് യശാവിനെ അങ്ങനെ ഒന്നാണ് പറയുന്നത്. ഇങ്ങനെ ദാരുണമായ പീഡനങ്ങൾ നിത്യാസനോസിൽ പങ്കെടുക്കാൻ വന്ന പല ബിഷപ്പുമാരും ഭിന്നശേഷിക്കാരാണെന്ന് ഞങ്ങൾ പഠിപ്പിക്കാറുണ്ട്. ഇന്ന് കൗൺസിലിൽ പോകുന്നവരല്ല അന്ന് കൗൺസിലിൽ പോയത്. പലരും വീൽ ചെയറിലാണ് വന്നു. ഒരുത്തരും കാലില്ല, ഒരു ബിഷപ്പിന് കണ്ണില്ല, ഒരു ബിഷപ്പിന് മുഖത്ത് പാട് കമ്പി ഒഴിപ്പിച്ച് വെച്ചതാണ്. അവർ വന്നത് എന്താണെന്നറിയോ? ഭാഷണ ധർമാർത്ഥ ചർച്ച ചെയ്യാനല്ല വന്നത്. യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തിനെതിരെ സംസാരിച്ച അറിയൂസിനെ പുറത്താക്കി അത്തനീഷ്യസിന്റെ പ്രബന്ധം അംഗീകരിക്കാൻ വന്ന സ്വതന്ത്രം ചെയ്താണ്. അങ്ങനെ വില കൊടുത്തോടെ മാർഗത്തെ ഗൗരവമായി സഭ കൈകാര്യം ചെയ്തോണം. അങ്ങനെ വില കൊടുത്തുകൊണ്ടുള്ള മാർഗമാണിത്. അങ്ങനെ സാധാരണക്കാരന്റെ മാർഗത്തെ പകർക്കാൻ അന്നത്തെ ഫാസിസ്റ്റുകൾക്ക്, ഭരണകൂട ഭീകരതയ്ക്ക് ഒരു ശക്തിക്ക് കഴിഞ്ഞില്ല കേട്ടോ. ഇന്നും ലോകത്തിലെ 5 വൻകരകളിൽ കട്ടടിച്ചുവിട്ട കൊടുങ്കാറ്റ് പോലെ സഭ ഇന്ന് കത്തിപ്പടർന്നു കേട്ടോ. ഇന്ന് യേശുവിന്റെ ശിഷ്യന്മാരുടെ പേര് നമ്മുടെ മക്കൾക്ക് പീറ്ററുടെ കാണും, ആൻഡ്രൂസിലൂടെ കാണും, ജോണെന്നും മാത്യുവെന്നും പീറ്ററെന്നും അന്ത്രയോസും നദനയിലെന്നും ഒക്കെ നമ്മുടെ മക്കൾക്ക് പേരിടും. നിങ്ങൾ ഏതിലെ കൈസർമാരുടെ പേര് നിങ്ങളുടെ മക്കൾക്കുള്ളൂ? ഏത് മോന വെസ്പേഷ്യൻ എന്നുള്ളത്, നീറോ എന്നുള്ളത്, ഏത് മോന വലേറിയൻ എന്നുള്ളത്, ആർക്കാണ് ഡൊമീഷ്യൻ എന്നുള്ളത്, ആർക്കാണ് ഹഡ്രിയ എന്നുള്ളത്, ഇതൊന്നുമില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ പണ്ടൊരു പട്ടി ഉണ്ടായിരുന്നു, അതിന് കൈസർ എന്നായിരുന്നു പേര്. സ്വതന്ത്രം കൈസർ എന്നുള്ളത് പട്ടിക്ക് വിടും, നദനയിലെ പത്രോസിന്റെ പേര് മക്കൾക്ക് വിടും. കാലെന്നിനോട് ഇങ്ങനെ കണക്കി ഒതുക്കും. സഭയെ തകർക്കാൻ ഒരു ശക്തിയും കഴിയത്തില്ല കേട്ടോ. സഭയെ തകർക്കാൻ ഒരു ശക്തിയും കഴിയത്തില്ല. അതാണ് ദൈവത്തിന്റെ സഭ ഇന്ന് മനസ്സിലാക്കണം കേട്ടോ. അങ്ങനെ വില കൊടുത്തുള്ള മാർഗമാണ് യേശു കർത്താവ് ഏറ്റു പറഞ്ഞു. സ്തോത്രം. അത് തന്നെയാണ് അവർ പറഞ്ഞത്, യേശു മാത്രം കർത്താവ്. എബ്രായ ലേഖനത്തിൽ യേശു ക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയാണ് വിഷയം. ആരാ ഓഡിയൻസ് അറിയാമോ? എബ്രായ ക്രൈസ്തവരാണ്. അവർക്ക് ആ ബിംബങ്ങൾ കൂടുതൽ, ചിഹ്നങ്ങൾ കൂടുതൽ. പിതാക്കന്മാര് ബിംബമാണ്, പേഴ്സണാലിറ്റി കൾട്ടുകൾ ബിംബമാണ്, ദേവാലയം ബിംബമാണ്, സമാധാന കൂടാരം ബിംബമാണ്, പുണ്യാളന്മാര് ബിംബമാണ്, മധ്യസ്ഥന്മാര് ബിംബമാണ്, പിതാക്കന്മാര് ബിംബമാണ്, ഉടമ്പടി ബിംബമാണ്, യാഗം ബിംബമാണ്, പിതാക്കന്മാര് ബിംബമാണ്. ഇതെല്ലാം ബിംബമാണ്. ഈ സകല ബിംബങ്ങളെയും മതരാഷ്ട്രീയ സാംസ്കാരിക ചിഹ്നങ്ങളെ അപ്രസക്തമാക്കിക്കൊണ്ട് പൗലോസ് പറയുന്നു, ഇവിടെ ദൂതന്മാരെക്കാൾ പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ യേശുവാണ്. യോശുവേക്കാൾ, നിങ്ങളുടെ മധ്യസ്ഥനായ മോശേക്കാൾ ശ്രേഷ്ഠൻ യേശുവാണ്. നിങ്ങളുടെ ആചാര്യൻ അഹരോനേക്കാൾ, നിങ്ങളുടെ പിതാവായ അബ്രഹാമിനേക്കാൾ, ആര്യത്തെക്കാൾ, ആചാര്യന്മാരെക്കാൾ യേശു ശ്രേഷ്ഠനാണ്. 11-ാം അധ്യായത്തിൽ നിങ്ങളുടെ പിതാക്കന്മാരൊക്കെ സകലവിധ പേഴ്സണാലിറ്റി കൾട്ടുകളെക്കാൾ ശ്രേഷ്ഠൻ യേശുവാണ്. ഹാവേലിന്റെ രക്തത്തെക്കാൾ ശ്രേഷ്ഠൻ യേശുവിന്റെ രക്തമാണ്. സമാഗമന കൂടാരത്തെക്കാൾ ശ്രേഷ്ഠൻ യേശുവാണ്. പഴയ യാഗത്തെക്കാൾ ശ്രേഷ്ഠൻ യേശുവാണ്. പഴയ ഉടമ്പടിയൊക്കെ ശ്രേഷ്ഠൻ യേശുവാണ്. അവൻ ഇന്നലെ ഇന്ന് എന്നേക്കും അനന്യൻ. ഹല്ലേലൂയ. ആ യേശു ക്രിസ്തുവിന്റെ പദവിയുടെ ശ്രേഷ്ഠത, പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠത, ധാർമ്മിക ശ്രേഷ്ഠത അവിടെ പൗലോസ് കൃത്യമായി അവതരിപ്പിക്കുകയാണ്. ഈ 5 ലേഖനങ്ങളിലെ വിഷയം യേശു ക്രിസ്തുവിന്റെ പ്രിയബലൻസ്, യേശു ക്രിസ്തുവിന്റെ മൗലികത, സുപ്രീമസി. ആ ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ, പാടാൻ, ആരാധിക്കാൻ ഭാഗ്യം ലഭിച്ചവരെ, ഈ ക്രിസ്തുവിനെ അറിഞ്ഞവരെ, നിങ്ങളുടെ ജന്മത്തിന്റെ സുഹൃതമിതാണ്, ഈ ജന്മത്തിന്റെ പുണ്യമിതാണ്. ഈ യേശുവിനെ അറിയാൻ ഭാഗ്യം ലഭിച്ചത് ഈ നാടിനോട് ഇന്ന് രാത്രി യോഗം അഭ്യർത്ഥിക്കുന്നു. ഈ യേശുവിനെ സ്വീകരിക്കാൻ ഈ നാട് തയ്യാറാകണം. ഹല്ലേലൂയ. ഈ കടന്നുകൊണ്ട് പൗലോസ് വിടുകയാണ്. സന്തോഷിപ്പി 10-17 പ്രാവശ്യം പറയുക റിജോയ്സ് ഇൻ സഫറിംഗ്. എന്നിട്ട് സന്തോഷമില്ലാത്തവരുണ്ട്. ജയിലിൽ കിടന്നോണ്ടാണ്. ഇന്നത്തെ ജയിലല്ല. ഞാൻ പത്തനംതിട്ട പാസ്റ്റർ ആയിരുന്നപ്പോൾ പത്തനംതിട്ട സബ് ജയിലിൽ എല്ലാ മാസത്തും ഒരു ഞായറാഴ്ച യോഗം നടത്താൻ പെർമിഷൻ ഉണ്ട്. തിരുവനന്തപുരത്തുനിന്ന് വാങ്ങിച്ചതാണ്. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് യോഗം നടത്താം എല്ലാ മാസവും സബ് ജയിലിൽ. അതുപോലെ ജയിലിൽ പോയിട്ടുണ്ട്. നല്ല ജയിലാണ്.
ഇവിടെ രാഹുലിനെ കടമ ചോദിച്ചു എങ്ങനെയുണ്ട് ജയില്? അടിപൊളിയാ ഭാസ്കർ. ആഴ്ച ഒരിക്കൽ മട്ടനുണ്ട്, ലൈബ്രറി ഉണ്ട്, പുസ്തകങ്ങളുണ്ട്, TV ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മുടെ വീട്ടിൽ ഈ സൗകര്യമുണ്ട്. ഈ ജയിലല്ലേ 28 ആഴ്ചയിൽ വലിയ പ്രതിസന്ധിക്കകത്ത് കടന്നുകൊണ്ട് മുകളിൽ വന്ന് നിൽക്കുന്ന ആളിന് പറഞ്ഞു കൊടുത്തെഴുതുകയാണ്. അതേ എഴുതുകയല്ല. അതുകൊണ്ട് റോമലേഖനം അവസാനം വായിച്ചിട്ടില്ല. ഈ ലേഖനം എഴുതി ഞാൻ നിങ്ങൾക്ക് വന്ദനം ചെയ്യുന്ന ഒരാളുണ്ട്. പൗലോസായ എൻ്റെ കൈകാര്യം പറയാം. ക്ലർക്കിൻ്റെ പേരൊക്കെ പല ലേഖനങ്ങൾ താഴെയുണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുത്ത് എഴുതുകയാണ്. സ്തോത്രം. പറഞ്ഞു കൊടുത്ത് എഴുതുകയാണ്. സ്തോത്രം. അങ്ങനെയുള്ള ജയിലിൽ കിടന്നു പറയാം നിങ്ങൾ സന്തോഷിക്കാൻ. വന്നിട്ട് ഒരു സന്തോഷമില്ലാത്ത കേട്ടോണം. ജയിലിൽ കിടന്നുകൊണ്ട് പറയാ നിങ്ങൾ സന്തോഷിക്കണം. ഈ അറസ്റ്റും ഈ ജയിലും ഈ ചൂടും ഈ തടവറയും ഇവിടുത്തെ പട്ടിണിയൊന്നും അല്ല എനിക്ക് വിഷമം. എനിക്ക് വിഷമം ഫിലിപ്പിയ സഭയിലെ ലേഡീസ് മിനിസ്ട്രി ഓർത്താണ്. സഹോദരന്മാർ പണങ്ങരുത്, പറയാതിരിക്കാൻ നിർവാഹമില്ല. എൻ്റെ വിഷമം മുഴുവൻ യുവതിയുടെയും സുന്ദരിയുടെയും അടിയാണ്. വായിച്ചിട്ടുണ്ടോ? വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ഐക്യത വേണമെന്ന് എഫ്രാദിത്തോസേ നിങ്ങൾ എന്ന് അവരോട് പറയണം. അന്യഭാഷ പറഞ്ഞാൽ പോലെ ഐക്യത വേണം. വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും ക്രിസ്ത്യൻ യൂണിറ്റി ആ സഭയ്ക്ക് വേണമെന്ന് പൗലോസ് പറയാം. ജയിലല്ല എന്റെ വേദന, ഇമ്പീരിയൽ ട്രൈബ്യൂണലിന്റെ വിചാരണ കാത്തി കിടക്കുന്ന ഒരു തടവുപണി പറയുന്നു. ജയിലല്ല എനിക്ക് വിഷമം, സഭയ്ക്കകത്തെ ഡിസ്യൂണിറ്റിയാണ്, അനൈക്യതയാണ്, സഹോദരന്മാരുടെ അടിയാണ്. വളരെ വ്യക്തമായി പറയട്ടെ പ്രിയമുള്ളവരെ, ആ ക്രൈസ്തവ ഐക്യത്തിലേക്ക്, ക്രിസ്ത്യൻ യൂണിറ്റിയിലേക്ക് സഭ വരണം എന്ന് കൃത്യമായി പൗലോസ് പറയുന്നു. എന്റെ വിഷമം ഈ ജയിലല്ല, ഞാൻ ജയിലിൽ വന്നത് സഭയ്ക്കകത്ത് ചിലർ മുതലാക്കി. അത് വായിച്ചിട്ടുണ്ടോ? ചില അസൂയ കൊണ്ടും പിണക്കം കൊണ്ടും പ്രശ്നിക്കുന്നു. അതൊക്കെ വായിച്ച പിടികിട്ടത്തിൽ എണ്ണപ്പെട്ട ആവശ്യമാണ്. പ്രിയമുള്ളവരെ പറയട്ടെ, അവിടെ വ്യക്തമായി പറയുന്നുണ്ട്, നമ്മൾ പെരയ്ക്ക് തീ പിടിക്കുമ്പോൾ വാങ്ങ വിട്ടുന്നവരാണ്. പൗലോസ് ജയിലിൽ പോയത് മുതലാക്കിക്കൊണ്ട് സഭയ്ക്കകത്ത് ഫ്രാക്ഷൻ ഉണ്ടാക്കി ചിലരെ. അവര് പറഞ്ഞു ഇയാൾക്ക് ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അവിടെ കയ്യിരിപ്പുണ്ടാകാൻ സംഭവിച്ചത്. ശുശ്രൂഷ വിവാദമാക്കി, അപ്പോസ്തലത്വം സ്ലൈഹികത ക്വസ്റ്റ്യൻ ചെയ്തു. അങ്ങനെയുള്ള ചില ഗ്രൂപ്പുകളുണ്ട്, ക്രിട്ടിക്സ്. ഞാൻ പിന്നീട് അത് വിശദീകരിക്കാം. ഇതെല്ലാം എനിക്ക് വിഷമം. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ ജയിലിൽ കിടന്നോട് പറയുകയാണ്, ജോയ് ഓഫ് ദ ലോർഡ്, നിങ്ങൾ സന്തോഷിപ്പീൻ, നിങ്ങൾ സന്തോഷിപ്പീൻ. ഞാൻ പിന്നെയും പറയുന്നു, നിങ്ങൾ സന്തോഷിപ്പീൻ. ഹല്ലേലൂയ. അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടാണ് ലേഖനം ആരംഭിക്കുന്നത്. നിങ്ങൾ ആരായിക്കണം? നിങ്ങളുടെ സ്നേഹം വർദ്ധിച്ചു വേണം, പരിജ്ഞാനത്തിലും വിവേകത്തിലും വർദ്ധിച്ചു വേണം. നിങ്ങൾ നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും, കണ്ടോ, സിൻസിയറിറ്റി, ട്രാൻസ്പെറൻസി, ഇന്റഗ്രിറ്റി. നിങ്ങൾ നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും നീതിബലം നിറഞ്ഞവരുമാകണം. ഭേദാഭേദങ്ങളെ നിങ്ങൾ വിവേചിക്കണം. വാട്ട് ഈസ് ബെസ്റ്റ്? നിങ്ങൾ എന്താണ് ശരി? യു മസ്റ്റ് ഡിസേൺ വാട്ട് ഈസ് ബെസ്റ്റ്. എന്താണ് നല്ലത് നിങ്ങൾ വിവേചിക്കണം. ഉപദേശങ്ങളെ നിങ്ങൾ വിവേചിക്കണം. നിങ്ങൾ ശുശ്രൂഷകളെ നിങ്ങൾ വിവേചിക്കണം. ഭേദാഭേദങ്ങളെ നിങ്ങൾ വിവേചിക്കണം. ഇതെല്ലാം പൗലോസ് പ്രാർത്ഥിച്ച ശേഷം പറയുകയാണ് 1:12 മുതൽ 19 വരെ, എനിക്ക് സംഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എനിക്ക് സംഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമാണ്? നിങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധി ഉണ്ടല്ലോ, നിങ്ങൾ കടന്നു പോകുന്ന പ്രശ്നമുണ്ടല്ലോ, സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമാണ്. പോസിറ്റീവായിട്ടാണ് ഇതിനെ കാണുന്നത്. പ്രശ്നങ്ങളെ നെഗറ്റീവായി കാണുന്നവരുണ്ട്. എന്നാൽ ഈ ക്രൈസിസിനെ, ഈ അറസ്റ്റിനെ, ഈ ജയിലിനെ പോസിറ്റീവായി കാണുന്നു. എന്തായാലും ഒന്നാമത്തെ കാരണം സുവിശേഷത്തിന് അഭിവൃദ്ധിയായി ഞാൻ ഇതിനകത്ത് വന്നത്. നിങ്ങളുടെ വീട്ടിൽ സംഭവിച്ച നാശത്തിനല്ല കേട്ടോ, ദോഷത്തിനല്ല. സ്വതന്ത്രം പറയുന്നോണം. നിങ്ങളുടെ വീട്ടിൽ സംഭവിച്ചത്, നിങ്ങളുടെ ശുശ്രൂഷയിൽ, നിങ്ങളുടെ മിനിസ്ട്രിയിൽ, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് തിരിച്ചടിയല്ല. പൗലോസ് പറയുന്നു ഗുണകരമാണ്. നമ്പർ 1 പ്രൈറ്റോറിയൻ, അകമ്പടി പട്ടാളം നിൽക്കും. ഒരു സൈനിക വ്യൂഹമാണ്, ഒരു ഗാർഡാണ്. പ്രൈറ്റോറിയൻ നമ്മൾ അകമ്പടി പട്ടാളം. ഇവർ വന്നിരിക്കുമ്പോൾ ഞാൻ സുവിശേഷം പറയും. കണ്ടോ? മനസ്സിലായോ? ഓപ്പോസിഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. അതറിയാമോ? പ്രതിസന്ധിയുടെ അവസരമാകുകയാണ്. ജയിലിൽ ഇപ്പോൾ അവസരമാകുകയാണ്. ജയിലിൽ വന്നത് നട്ടക്കച്ചവടമല്ല, അകമ്പടി പട്ടാളം സുവിശേഷം കേൾക്കുന്നു. ഈ ഷിഫ്റ്റ് കഴിയുമ്പോൾ അടുത്ത ടീം വരും. അപ്പൊ ഞാൻ പരിശോധന നടത്തും. ജയിലിൽ വന്ന് നട്ടമല്ല കേട്ടോ, അകമ്പടി പട്ടാളം സുവിശേഷം കേൾക്കാൻ ഈ ജയില് ഗുണകരമായി. 2:4-22 നോക്കിക്കേ. ലേഖനം അവസാനിപ്പിക്കുന്നു. സീസറിന്റെ ഭവനക്കാരനെ വന്ദനം ചെയ്യുന്നു. ആരാ? നമ്മളല്ല എഴുതുമോ? പിടിച്ച് ജയിലിട്ടവൻ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. മനസ്സിലായ? കൈസറിന്റെ അരമനയുള്ളവരെ വന്ദനം ചെയ്യുന്നു. ജയിലിൽ വന്നത് കൊണ്ട് എന്താ ഗുണം? എന്നെ പിടിച്ച് ജയിലിലിട്ട കൈസറിന്റെ പെരക്കകത്ത് ഇപ്പൊ ബുധനാഴ്ച വൈസ്റ്റഡിയാ. സ്വതന്ത്രം ചെയ്താട്ടെ. സഭയെ പകർക്കാൻ പറ്റത്തില്ല. ഞങ്ങളെ പള്ളി അതിന്റെ അമ്മ ഞങ്ങൾ സ്ഥാനപ്പെടുത്തും.
ഞങ്ങളുടെ പള്ളിക്ക് കല്ലെറിഞ്ഞ് എന്റെ വീട്ടിൽ ഞങ്ങൾ യോഗം നടത്തും. ഇന്ന് രാത്രി വ്യക്തമായി പറയട്ടെ, ശ്രീസറിന്റെ ഭവനക്കാർ നിന്നെ വന്ദനം ചെയ്യുന്നു. Praise the Lord. ഇപ്പോൾ അരമനക്കകത്തേക്ക് സുവിശേഷം പെനിട്രേറ്റ് ചെയ്യുകയാണ്. അരമനക്കകത്തേക്ക് സുവിശേഷം തുളച്ചു കയറുകയാണ്. ഈ സുവിശേഷത്തിന്റെ സ്വാധീനം അതാണ്. ഈ സുവിശേഷത്തിന്റെ മാസ്മര ശക്തി അതാണ്. അത് വ്യാപരിക്കുകയും ജയിലിമൊന്നും നഷ്ടമല്ല. അത് ആരാമാനയിലുള്ളവർ സുവിശേഷം കേട്ടു. ഹല്ലേലൂയ. മൂന്നാമത്തെ അറിയാമോ? മൂന്നാമത്തെ ഗുണം വിത്ത് ഗ്രേറ്റ് കോൺഫിഡൻസ് ആൻഡ് കറേജ്. ഞാൻ ജയിലിൽ വന്നുകൊണ്ട് എന്റെ സഹപ്രവർത്തകർക്ക് നല്ല കോൺഫിഡൻസ് ആയി. ഇത് വായിക്കണം വീട്ടിലായിരുന്നു. പറ്റുവാണെങ്കിൽ വായിച്ചിട്ട് കിടന്നാൽ മതി. 4 അധ്യായമുള്ളൂ. Praise the Lord. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, ഇവര് ഭയം കൂടാതെ പ്രസംഗിക്കാൻ തുടങ്ങി. ഒരാളെ അടിച്ചങ്ങ് പൊട്ടിച്ച, ഞാൻ ഇന്നലെയും ഒരു കേസ് ഇടപെട്ട് ഒരു FIR ഇട്ട് കേസിട്ടു. 307 വരെ ഇട്ടു. ഈ അറ്റംപ്റ്റ് മർഡർ വരെ ഇവിടെ വെട്ടിയും പൊളിച്ചു. കാട്ടാക്കടന്ന സമയം പറഞ്ഞു 5 സ്റ്റിച്ച്. നിരന്തരം അടിയാ. എത്ര അടിച്ചാലും ഈ സഭ തകരത്തില്ല. Praise the Lord. സ്തോത്രം. എത്ര അടിച്ചാലും ഈ സഭ തകരത്തില്ല. Praise the Lord. ഒരാളെ അടിക്കും. Praise the Lord. Praise the Lord. ഞങ്ങളെ കൊല്ലും, ഞങ്ങളെ മക്കളെ എഴുന്നേറ്റ് പ്രസംഗിക്കും. Praise the Lord. ഇത് രാത്രി വളരെ വ്യക്തമായി പറയട്ടെ, പൗലോസ് പറയുന്നു വിത്ത് ഗ്രേറ്റ് കോൺഫിഡൻസ് ആൻഡ് കറേജ്. എന്റെ ജയില് കൊണ്ട് സുവിശേഷം അടങ്ങിയില്ല. എന്റെ സഭയിലെ മൂപ്പന്മാർ ധൈര്യത്തോടെ വചനം പ്രസംഗിച്ചു. ഭയമില്ലാതെ അവർ പ്രസംഗിക്കാൻ തുടങ്ങി. ധൈര്യത്തോടെ അവർ പ്രസംഗിച്ചു. Praise the Lord. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് ഈ ജയിൽ പ്രശ്നമല്ല. ഈ ലേഖനം എവിടുന്ന ലേഖനങ്ങളുടെ റാണി വന്നിവിടുന്ന ജയിലിൽ നിന്നാണ്. എഫേസ്യ ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലിപ്പോസ് ലേഖനം. ഏറ്റവും നല്ലത് വന്നത് പ്രതിസന്ധി എന്നാണ്. ഇന്ന് രാത്രി പ്രതിസന്ധിയുടെ കടന്നു പോകുന്ന വ്യക്തിയെ കൊണ്ട് അതിനകത്തൊരു ദൂതുണ്ട്. ഏറ്റവും പ്രഷ്യസ് ആയത് ഈ പ്രതിസന്ധി വെളിപ്പെടണം. എവിടെ നാം ആറാ കുടിച്ചത് അവിടുന്ന് തന്നെ മധുരം കുടിക്കൂ. അല്ലാതെ ഇവിടെ അപമാനിക്കപ്പെട്ട നിന്നെ കുന്നംകുളത്തല്ലാതെയോ ഉയർത്തുന്നത്. ഇവിടെ നിന്നെ മാനിക്കും, ഇവിടെ നിന്റെ തല ഉയർത്തും, ഇവിടെ നിന്നെ ബ്ലസ് ചെയ്യും. നീ കയ്പ് കുടിച്ച അതേ മാറയുടെ ഉറവയിൽ നിന്ന് അതിൽ നിന്ന് തന്നെ നീ മധുരം കുടിക്കും എന്ന് നിനക്ക് മറന്നു പകരുത്. അല്പസമയ കാലങ്ങളെ അടിച്ച് കർത്താവിന് സ്വന്തം ചെയ്താട്ട് തല ഉയർത്തുന്നവരാണ് നമ്മുടെ ദൈവം. മാനിക്കുന്നവരാണ് നമ്മുടെ ദൈവം. മാറയെ മധുരമാക്കുന്നവരാണ് നമ്മുടെ ദൈവം. ഏത് ഉറവയിൽ നിന്നാണ് നീ കയ്പ് കുടിച്ചത് അതേ സോഴ്സിൽ നിന്ന്, അതേ ഉറവയിൽ നിന്ന് നീ മധുരം കുടിക്കും. അപമാനിക്കപ്പെട്ടിടത്ത് നിന്റെ കൊമ്പ് ബഹുമാനത്തോടെ ദൈവം ഉയർത്തി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും വിലപ്പെട്ട ലേഖനമാണ് ജയിലിൽ നിന്ന്. അതുകൊണ്ട് പ്രതിസന്ധിയുടെ കടന്നു പോകുന്നത് വിഷമിക്കേണ്ട. പ്രഷ്യസ് ആയത് ഏറ്റവും വിലപ്പെട്ടത് അവിടെ നിന്ന് പുറപ്പെടും. സാധനം എന്നിട്ട് പൗലോസ് പറഞ്ഞു വരികയാണ്. എന്നിട്ട് ഇതെല്ലാം നിമിത്തം ഞാൻ തടയാൻ എന്തുകൊണ്ടാണെന്നറിയാമോ? ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്ന ലാഭം. കണ്ടാ നമ്മൾ മരണവഴി സ്ഥിരം പറയുന്നത്, അത് ഇന്റർപ്രറ്റ് ചെയ്ത് ശ്രദ്ധിച്ചോണം. ജീവിക്കുന്ന ക്രിസ്തു ആണെങ്കിൽ മരണ ലാഭമാകും. എങ്ങനെയെങ്കിലും ജീവിച്ചവരെ മരണ ലാഭമല്ല കേട്ടോ, അങ്ങനെ വ്യാഖ്യാനിക്കാവും. ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്ന ലാഭം. സ്തോത്രം. അതുകൊണ്ട് എന്റെ ഈഹലോക ജീവിതവും പരലോക ജീവിതവും ക്രിസ്തു കേന്ദ്രീകൃതമാണ്. ഭക്തന്റെ ജീവിതവും മരണവും ഒരുപോലെ ലാഭമാണ്. ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്ന ലാഭമായതുകൊണ്ട് ജയിൽ എനിക്ക് വിഷയമല്ല. അതാണ് രണ്ടാമത്തെ ക്രിസ്തുവിനെ അവതരിപ്പിക്കാൻ. ആരാണ് ക്രിസ്തു? ആ ക്രിസ്തുവിനെ ഞാൻ കണ്ട് അറിഞ്ഞത് മുതൽ, ആ ക്രിസ്തു എന്റെ ജീവിതത്തിൽ വന്നത് മുതൽ എന്റെ ആവേശം ആ ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ആ ക്രിസ്തുവിനെ അറിഞ്ഞതാണ് കേട്ടോ ഞങ്ങളുടെ ജീവിതത്തിലെ ഭാഗ്യം. ഞങ്ങളാക്കിയത്, പാസ്റ്റർ മധുവിനെ ചർച്ചക്കോടിന്റെ പാസ്റ്ററാക്കിയത്, എന്നെ പ്രസംഗകനാക്കിയത്, ഞങ്ങളെല്ലാം ഇങ്ങനെ ആക്കിയ ആടിന്റെ പേര് യേശുവാണ് കേട്ടോ. ഈ നാടിന് വ്യത്യാസം നൽകിയത് 100 വർഷം മുമ്പ് ഈ നാടിങ്ങനെയല്ലായിരുന്നു കേട്ടോ. 100 കൊല്ലം മുമ്പ് ഈ നാടിങ്ങനെയല്ലായിരുന്നു. അറിയാമോ? ബി ഭാസ്കരനുണ്ട് തന്റെ 19-ാം നൂറ്റാണ്ടിലെ കേരളത്തിൽ വിശദീകരിക്കുന്നുണ്ട്. പി കെ ബാലകൃഷ്ണന്റെ ജാതിവസ്തുവും കേരള ചരിത്രവും ജാതിവസ്ഥയും, ഡോക്ടർ സുഗതന്റെ ബുദ്ധമതവും ജാതിവസ്ഥയും, ഡോക്ടർ രാമനോഹർ ലോഹിയുടെ ജാതിവസ്ഥ വായിച്ചു നോക്കണം. ഡോക്ടർ ശ്രീകലയുടെ പ്രാചീനകളും ജാതിവസ്ഥയും, ഈ പുസ്തകങ്ങളെല്ലാം വായിച്ചു നോക്കണം. 100 കൊല്ലം മുമ്പ് ഈ നാടിങ്ങനെയല്ലായിരുന്നു. ഈ റോഡിലൂടെ കാളയ്ക്കും കടലിക്കും പോകാം. ഈ പൊതുക്കിണറ്റിൽ നായ്ക്കും നരിക്കും വെള്ളം കുടിക്കാം. മനുഷ്യര് വിലക്കപ്പെട്ടിരുന്നു. വെള്ളവസ്ത്രം ധരിക്കാൻ അനുവാദമില്ലാത്തവരുടെ നാട്. കുട പിടിക്കാനും വടി പിടിക്കാനും ചെരിപ്പിടാനും അനുവാദമില്ലാത്തവരുടെ നാട്. വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ലാത്തവരുടെ നാട്. ഇഷ്ടദേവരെ പൂജിക്കാൻ അധികാരമില്ലാത്തവരുടെ നാട്. പള്ളിക്കുടലിൽ കയറാൻ അനുവാദമില്ലാത്തവരുടെ നാട്. കണ്ണം ചേർത്തി കഞ്ഞി കുടിക്കേണ്ടി വന്ന അടിയാളന്മാരുടെ ജീവിതം. ആരോഹണക്രമത്തിൽ ആധരിക്കപ്പെടുകയും
അവരോഹണക്രമൻ അനാദരിക്കപ്പെടുന്ന അരവിന്ദ ജാതി വ്യവസ്ഥ പാമ്പിനും പൊട്ടിക്കും പൂച്ചയ്ക്കും മുൾക്കടിക്കും പൂമ്പാറ്റയ്ക്കും ഒരു സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ മനുഷ്യന്റെ സമസ്ത അവകാശങ്ങളും പൗരാവകാശങ്ങളും നിഷേധിക്കപ്പെട്ട ഒരു നാടായിരുന്നു